ശ്രീ ദേവദാസ്, ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ്. ഔദ്യോഗികമായ അത്തരത്തിലുള്ള സ്ഥിരീകരിക്കാൻ ഇപ്പോൾ ഈ ഘട്ടത്തിലാകുന്നില്ല. എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അമ്മ എന്ന സംഘടന എടുത്ത നിലപാടുകളെ നമ്മളെല്ലാം കണ്ടതാണ്. പല ഘട്ടത്തിലും അമ്മ എന്ന സംഘടന വിമർശനത്തിന് പാത്രമാവുകയും ചെയ്ത ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ നടപടിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്ന് പറയും. അതുകൊണ്ടാണ് അന്നേ സസ്പെൻഡെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചെയ്യാണ്ട് നിന്നിട്ട് ഇപ്പം ഒരു രക്ഷയില്ലാണ്ട് ചെയ്യുന്ന ഇതൊരു മാഫിയൻ്റെ ഇതിപ്പോ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് ഒരു ഈ സിനിമാ നടൻ എന്ന് പറയരുത് ദിലീപിന ബ്ലൂ ഫിലിം നിർമ്മാണത്തിന്റെ ആള് ബ്ലൂ ഫിലിം നിർമ്മാണം ചെയ്യുന്നതിന്റെ അമ്മയാവും. പിന്നെ ഇവർ അതാണ് ബ്ലൂ ഫിലിം നിർമ്മാണമാണ് ചെയ്തത്, അതിൻ്റെ ആക്ടറാണ്, അതിനാണ് സൈഡ് ചെയ്തത് അമ്മ. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുന്നു? രക്ഷയില്ല. അപ്പം പിന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഈ ജനരോഷം അത് ഒന്നും കൂടി എനിക്ക് പറയേണ്ടത് ശ്രീനിവാസനോടാണ്. ശ്രീനിവാസൻ അന്ന് വെല്ലുവിളിച്ചത് അമ്മക്കില്ലാത്ത പ്രശ്നം എന്തിനാ ഈ ജനങ്ങൾക്ക്? ആരാണ് ജനങ്ങൾ എന്ന് അയാൾ ശശിയായി എന്ന് പറഞ്ഞ സിനിമയിലെ പോലെ തന്നെ ശശിയായിട്ട് ഇരിക്കുന്ന ജൈവ പച്ചക്കറി നടത്തിയാൽ പോരാ, മനസ്സിലൊരു ജൈവം വേണം. അതൊരു മനുഷ്യൻ ഈ സാധാരണ ആളാ മഴയത്തും വെയിലത്തും ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് കോർട്ടിന്റെ മുമ്പിലും പോലീസ് ക്ലബിന്റെ മുമ്പിലും ഈ ജയിലിന്റെ മുമ്പിലും നിന്നത് സാധാരണയിൽ ദേവദാസിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ നമുക്കൊപ്പം ആലപ്പി അഷ്റഫ് കൂടി ചേരുന്നുണ്ട്. ഒരു പക്ഷേ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദിലീപിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുകൂടി അദ്ദേഹത്തിന് കൂടുതലായി സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ ആലപ്പി അഷ്റഫ്, ഇതുവരെയുള്ള സംഭവങ്ങളെ വളരെ സൂക്ഷ്മമായി തന്നെ സിനിമയ്ക്കുള്ളിൽ ഉള്ള ഒരു ആളെന്ന നിലയിൽ തന്നെ താങ്കൾ നോക്കി കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഇതുവരെയുള്ള സംഭവങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഭയമില്ല, എനിക്ക് ഒട്ടും പേടിയില്ല എന്നാണ് പറയുന്നത്. ഒരു 12 മണിക്കൂർ മുമ്പ് എസ് പിയുടെ കാലിൽ ആ ചോദ്യം ചെയ്യൽ സ്ഥലത്ത് വെച്ച് എസ് പിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ദിലീപ് അവിടുന്ന് അഭിനയ നാടകം കഴിഞ്ഞ് ജനങ്ങൾ കൂടി കൂക്കി വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ഭയമില്ല എന്ന് പറയുന്നു. നാട്ടുകാർ കൂടുമ്പോൾ, ആൾക്കാർ കൂടുമ്പോൾ അതാണ് ദിലീപ്. നമ്മുടെ 2 MLA മാരും 3 MLA അൻവർ സാദത്ത് ഉൾപ്പെടെ 3 MLA മാരെയും ഒരു MBയെയും തെറ്റിദ്ധരിപ്പിച്ച കൗശലക്കാരൻ, അവരെല്ലാം അമ്മയിലെ എല്ലാ 2 സൂപ്പർ സ്റ്റാറുകളെ തെറ്റിദ്ധരിപ്പിച്ച കൗശലക്കാരൻ. പക്ഷേ ഇതിലാർക്കും ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ഇവനെ പിടിക്കുമെന്നുള്ളത് കാര്യത്തിൽ. പക്ഷേ അതിശക്തമായ ഒരു നടപടി ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് കൊണ്ടും അതിനാദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം എല്ലാ ജനങ്ങളുടെ ഇടയിലും ഇവൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തണമായിരുന്നെങ്കിൽ ഈസി ആയിട്ട് രക്ഷപ്പെടുത്താമായിരുന്നു. ഏതെങ്കിലും അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഈ വിഷയം. പക്ഷെ അതല്ല, വളരെ കറക്റ്റായിട്ട് വളരെ കാൽക്കുലേറ്റീവായിട്ട് ഇയാളെ കൊടുക്കാൻ തന്നെ ഇതിനകത്ത് ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ധാരണ കിട്ടിയ പിന്നെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാണ് ഇത് കൈകാര്യം ചെയ്തത്. ഇത്രയും കൗശലക്കാരനായ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സിനിമാ ഫീൽഡിൽ കണ്ടിട്ടില്ല. ഇവൻ ആദ്യം കടന്നു വരുന്ന ചിത്രം എന്ന് പറയുന്നത് മാനത്തെ കൊട്ടാരം എന്നൊരു പടമായിരുന്നു. ആ പടത്തിൽ അതിൽ നായകനായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് അബി എന്ന അന്നത്തെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയായിരുന്നു. മിമിക്രിയിലൂടെ അറിയാമല്ലോ എല്ലാവർക്കും അബി. ആ അബിയെ ലാസ്റ്റ് മൂമെന്റിൽ കട്ട് ചെയ്തിട്ടാണ് അവൻ നായകനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ദിനേശ് പണിക്കരോട് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പടമെടുത്ത് പൊട്ടി താമസിക്കുന്ന വീട് എഴുതി വിറ്റ് കടം വീട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു നിവൃത്തിയുമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് അയാളുടെ നിസ്സഹായ അവസ്ഥയിൽ അയാളുടെ ചെക്കിട്ടിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ആലുവയിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടി അദ്ദേഹത്തിന്റെ അനുജനും കിങ്കരന്മാരും പോലീസുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ആ പോലീസ് വാഹനത്തിൽ വെച്ച് അവർ കൊണ്ടുപോയ പ്രൈവറ്റ് വാഹനത്തിൽ വെച്ച് അവന്റെ മുഖമടച്ച് അടിക്കുന്നു. വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നു, ശനി സെക്കൻഡ് സാറ്റർഡേ ഞായർ അകത്തിടുന്നു, വിലങ്ങ് വെച്ച് കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് ഞാൻ എഴുതിയിരുന്നു, ദേശാഭിമാനിയാണ് കൊടുത്തത്, ദിലീപ് ക്രൂരനായ തമാശക്കാരൻ, ആലപ്പി അഷ്റഫ് ഹെഡിങ് അത് കൊടുത്തു. ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ഇതായിട്ട് നടക്കുന്നുണ്ട്. അന്നും ഞാൻ പറഞ്ഞു ഇവൻ. അതിനുശേഷം
നമ്മുടെ ഒരു പാവപ്പെട്ട സംവിധായകനായ നമ്മുടെ എന്താ പറയുന്നത് തുളസീദാസ്, അയാൾക്കൊരു ഡേറ്റ് കൊടുത്തു. ഇയാളെ വെച്ച് ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് തുളസീദാസ്. ഒരു ഡേറ്റ് കൊടുത്ത ശേഷം അയാൾ ആ ഡേറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ സെറ്റിൽ, ഞാൻ അന്ന് ഫെഫ്ക ഇല്ല, മാഗ്ഡ മാത്രം ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഘടനയായിരുന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അന്ന് തുളസീദാസ് കണ്ണീരോട് അവിടെ വന്ന് പറയുന്നത് എൻ്റെ ചെവിയിൽ ഇന്നുമുണ്ട്. തുളസീദാസ് പറയുന്നു 2 കസേരയുണ്ടായിരുന്നു, ഒരു കസേര മുമ്പിലും ഒരു കസേര ഇവിടെ ഇട്ടിട്ട് തുളസീദാസ് അടുത്ത് വന്നപ്പോൾ 2 കാലുമെടുത്ത തുളസീദാസ് ഇരിക്കേണ്ട കസേരയിലിട്ട് അയാൾ വെച്ചിട്ടിരുന്നു. അയാളെ ഇരുത്തിയില്ല, അയാൾക്ക് ഡേറ്റ് കൊടുത്തില്ല. അയാൾ വേദനയോടെ പറഞ്ഞു. അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നമാണ് മാഗ്ഡ വേർപെട്ട് പോവുകയും ഫെഫ്ക എന്ന പുതിയ സംഘടന ഉണ്ടായത്. തിലകൻ ചേട്ടൻ പറയുന്നു ഇവൻ വിഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിലകൻ ചേട്ടൻ എത്രയോ പ്രാവശ്യം. ഇന്നും യൂട്യൂബിൽ നിങ്ങൾ തപ്പിയാൽ കിട്ടും. അത് കഴിഞ്ഞ് ലിബർട്ടി ബഷീർ എന്ന് പറയുന്ന 40-45 വർഷമായിട്ട് സിനിമ ഈ തിയേറ്റർ ഇതിൽ നിൽക്കുന്ന അയാളെ ഒതുക്കി ഓടിച്ച അയാളെ പോയ സ്ഥലത്ത് പുല്ല് പോലും കിടത്തിട്ടില്ല. ഇന്ന് അതേപോലെ ആക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് പുള്ളി കയറി പ്രതിഷ്ഠിച്ചു. അപ്പോഴെല്ലാം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്ര കൗശലക്കാരൻ, ഇത്ര പേരെ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ നമ്മുടെ മുകേഷ് ആയാലും നമ്മുടെ ഗണേഷ് കുമാർ ആയാലും ഇന്നസെന്റ് ആയാലും അൻവർ സാദത്ത് ആയാലും ഇവരൊന്നും കുഴപ്പക്കാരോ മറ്റൊന്നുമല്ല. ഇവൻ പറയുന്ന വിശ്വസിച്ച് ഇവൻ ആണയിട്ട് പറയുമ്പോൾ അതിൽ വിശ്വസിച്ച് പോയവരാണ് അവരൊക്കെ തിരുത്തപ്പെട്ടു. അതിന് ഇന്നസെന്റ് മാപ്പ് പറഞ്ഞു. ഇപ്പൊ അവരെ കുറ്റം പറയാൻ കാരണം അവരുടെ രാഷ്ട്രീയം ഇല്ല അമ്മയിൽ. ഇവരൊക്കെ രാഷ്ട്രീയ MLA മാരാവുന്നതിന് മുമ്പും അവരൊക്കെ ഒന്നിച്ച് നിന്നവരാണ്. പക്ഷേ ഈ കൗശലക്കാരന്റെ കയ്യിൽ വീണുപോയി. അതാണ് എനിക്ക് പറയാനുള്ള പ്രധാന കാരണം. ഒരുപാട് പറയണമെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ശ്രീ ആലപ്പി അഷ്റഫ്, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിമിക്രിക്കാരനായ അദ്ദേഹത്തിന്റെ വളർച്ച, ഒരു സൂപ്പർ താരത്തിലേക്കുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അങ്ങനെയാണ് അദ്ദേഹം ആ പടികളൊക്കെ കയറി വന്നത്. താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ ക്രൂരനായ തമാശക്കാരൻ ഇപ്പോൾ ജയിലിലേക്ക് കൂടി പോവുകയാണ്. എങ്കിൽ പോലും മലയാള സിനിമയിൽ ഒരു സുപ്രധാനമായ ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. സംഘടനകളെല്ലാം അദ്ദേഹത്തിന്റെ കീഴിലേക്ക് വന്നു. അമ്മ എന്ന സംഘടനയിൽ ഒരംഗം പോലും അദ്ദേഹത്തിന് എതിരെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കണമല്ലോ. അത് ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ ജോയി മാത്യു എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ആളാണ്. നമ്മുടെ പലരും പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് തിലകന്റെ അനുഭവം വരും പറഞ്ഞാൽ ഞാൻ സംസാരിക്കാതിരുന്നു. പലരും ഭയന്നിട്ട് സംസാരിച്ചിട്ടില്ല. ഇവരൊരു കോക്കേഴ്സ് ഉണ്ടാക്കിയ ഇവന് കുറെ ഗ്രൂപ്പുണ്ട്. അവർ ഗുണ്ടാകളും മാഫിയകളും എല്ലാം വെളിയിലുണ്ട്. തിയേറ്റർ കസ്റ്റഡിയിലായി. ഇപ്പൊ എല്ലാ തിയേറ്ററും അതിന്റെ അധിപനായിട്ട് വന്നു. എല്ലാവർക്കും ഭയമാണ്. അത് ഒതുക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവനെ എതിർത്താൽ ഒതുക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാണ് പലപ്പോഴും ആരും ഒന്നിനും പോകാതിരുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും മൗനം പാത്തിരുന്നു. ഫെഫ്ക എന്ന് പറഞ്ഞ അതിശക്തമായ സംഘടന പോലും സംശയത്തിൽ നിന്നു. കാരണം ഇവൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അബദ്ധമാവുമല്ലോ എന്ന് ധരിച്ചിരുന്നു. അവർ വളരെ സ്ട്രോങ് ആയിട്ട് നടപടിയെടുത്തു. ആദ്യമേ അവനെ പുറത്താക്കിയതവരാണ്. അതിൽ ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനും ഫെഫ്ക മെമ്പറാണ്. അവിടെ ഉണ്ണികൃഷ്ണനും സിബി മലയിലും കമലും അതുപോലെ തന്നെ GS വിജയനും ഒക്കെ ശ്രീകുമാറും എല്ലാവരും ശക്തരായ നേതാക്കന്മാർ. അവർക്ക് പ്രതികരിക്കാൻ അറിയാം, അവർക്ക് സംസാരിക്കാൻ അറിയാം, അമ്മയെക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാവുന്നവരാണ്. പക്ഷേ ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം സംസാരിക്കാൻ. എനിക്കും മറ്റേ ശാന്തിവിള ദിനേശും എല്ലാം ചാനലിൽ പോയി സംസാരിക്കും. സ്വാതന്ത്ര്യമുള്ള സംഘടനയാണ്. അവിടെ അഭിപ്രായങ്ങൾ പറയാം. അവിടെ വിലക്കുകളൊന്നുമില്ല, അവിടെ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ അതല്ല. അമ്മയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഒരു നോട്ടം നോക്കിയാൽ പിന്നെ അവൻ കാണത്തില്ല സിനിമാ ഫീൽഡിൽ. ഇനിയുമുണ്ട് അമ്മയിൽ ചില ക്രിമിനൽസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുമുണ്ട് പാർഷ്യാലിറ്റി. അതെല്ലാം തുടച്ചു നീക്കും. കാരണം പുതിയ തലമുറ വരണം, പുതിയ പിള്ളേർ വരണം. നിങ്ങൾക്കറിയാവോ, ഇതേ സമാനമായ സംഘടനയാണ് ചെന്നൈയിലുള്ളത്. അതിൻ്റെ പേര് നടികർ സംഘം എന്നാണ്. അത് ശരത് കുമാറും രാധാരവി എന്ന് പറഞ്ഞ 10, 15, 20 വർഷമായിട്ട് അവരുടെ കൈയടക്കി വെച്ചിരിക്കുമ്പോഴാണ് പുതിയ തലമുറയിലെ പിള്ളേർ വരുന്നത്. കാർത്തിക്, വിശാൽ എന്ന് പറയുന്ന ആ യുവതല, സൂര്യയുടെ അനിയൻ കാർത്തി, വിശാൽ എന്ന് പറയുന്ന നടൻ, അവരൊരു ഇതുണ്ടാക്കി. നാസർ പ്രസിഡന്റായിട്ട് അതുപോലെ ശക്തമായിട്ട് അവരെ എതിർത്തിട്ട് അതിശക്തമായി അവർ സംഘടന പിടിച്ചെടുത്തു. ഈ പഴയ ആളുകളെ എല്ലാവരെയും മാറ്റി പുതിയൊരു യുഗം, പുതിയ സംഘടന, പുതിയ രീതിയിൽ, പുതിയ ഒരുപാട് നയങ്ങളുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അതുപോലെ ഈ യുവതലമുറയിൽ വന്ന പുതിയ പിള്ളേര്, അതായത് നമ്മുടെ നിവിൻ പോളി ആയാലും ഫഹദ് ഫാസിലായാലും കുഞ്ചാക്കോ ബോബനായാലും അങ്ങനെ ആസിഫ് അലി ആയാലും ഒരുപാട് പേര് കിടപ്പുണ്ട്. ഇതിൽ വന്നൊരു 6-7 നടന്മാരുണ്ട് നമുക്ക് മാർക്കറ്റുള്ള നായകന്മാർ.
അവരൊക്കെ പ്രതികരിക്കണം. പ്രതിരാജ് പ്രതികരിച്ചു എന്ന് പറയുന്നത് കേട്ട് പ്രതികരിക്കണം. അതുമാത്രമല്ല, നമ്മുടെ പെൺകുട്ടികൾ അതിശക്തമായി മുന്നോട്ട് വന്നു. അവർ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അദ്ദേഹം അവരുടെ വേദന ഉൾക്കൊണ്ടു. അവരുടെ നിലവിളി അദ്ദേഹം കേട്ടു. എടുക്കാൻ പറഞ്ഞു ആക്ഷൻ. എല്ലാം എന്ത് വന്നാലും എല്ലാത്തിനും ഒരു അന്ത്യമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയില്ല. എന്നും വിജയം മാത്രം കയ്യിലൊതുങ്ങും, എന്നും വിജയിച്ച് മാത്രം നിൽക്കുന്ന ആളാണ്. ഇന്നലെ SP കാലിൽ കെട്ടി വീണ് പൊട്ടിക്കരഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ്. ഈ കൃത്രിമത്വമാണ് അയാളുടെ വിജയം. ഇതാണ് അയാൾ ചെയ്യുന്ന വേലകൾ. അയാൾ അമേരിക്കയിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതികളെ തപ്പി നടക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ മലയാളികൾ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ ഷോ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഒരു വിഭാഗം ആളുകൾ അനുകൂലിച്ച ആൾക്കാരും പ്രതികൂലിക്കുന്ന ആൾക്കാരും ഓഡിറ്റോറിയത്തിനകത്തുള്ളപ്പോൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കഥയുണ്ടാക്കി. ഒരു നമ്മുടെ ഹരിശ്രീ യൂസഫ് വന്ന് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹരിശ്രീ യൂസഫ് വന്ന് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പെണ്ണ് പീഡന കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആള് കൂടുമ്പോൾ അയാൾ പറയും, ഇയാൾ എൻ്റെ പേഴ്സ് എടുത്തു എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കും. അത് പ്രശ്നമാക്കി വരുന്ന ഈ നമ്മുടെ നമ്മുടെ പിഷാരടിയും ബോൾഗാട്ടിയും എല്ലാം കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയും, ഇയാൾ എൻ്റെ പേഴ്സ് എടുത്തിട്ട് തന്നില്ല. അയാൾ നിലവിളിക്കും, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ കേരളത്തിലെ സ്ഥിതി എന്ന് പുള്ളി അയാളുടെ സ്ഥിതി കാണിച്ചിട്ട് പറഞ്ഞ് അവിടെയും ഓഡിയൻസിനെ പറ്റിച്ചു, ചാക്കിട്ടു. അവർ കൈയടിച്ചു, അവർ വിശ്വസിച്ചു, ഒരുപാട് പേര് വിശ്വസിച്ചു. അമ്പയുടെ നേതൃത്വ നിരയിലുള്ളവരെല്ലാവരും വിശ്വസിച്ചു. അന്നും ഞാൻ പറഞ്ഞു, ഇവൻ കുഴപ്പക്കാരനാണ്. എനിക്ക് ഈ ഗ്രൂപ്പിലെ മിമിക്രിക്കാരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അതേ ഇതിൽ നിൽക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ന്യൂസുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് മണം പിടിച്ചു. ഇതിനകത്ത് ഇവർ പാവപ്പെട്ട നാദൃശ, നിങ്ങളൊന്ന് ആലോചിക്കണം. അയാള് 2 പടം, അമർ അക്ബർ ആന്റണി, പിന്നെ ഋതിക് റോഷൻ, കട്ടപ്പനയിൽ 2 സൂപ്പർ ഹിറ്റുകൾ. അയാൾ ഇങ്ങനെ കുതിച്ചു പൊങ്ങി വരികയാണ്. അപ്പോഴാണ് കയ്യിലെടുത്ത് നാദൃശായെ. അതുവരെ അയാളെ അടുപ്പിച്ചിട്ടില്ല. നാദൃശ 5 വർഷം പുറകെ ഡേറ്റ് കൊടുത്തിട്ടില്ല. വീണ്ടും കയറി അയാളെ പിടിച്ചു, അയാളെ കൈ കൊണ്ടുവന്നു, അയാളെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അതുപോലെ പലരെയും കൊണ്ട് പറയിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരെ ഇയാൾ കരുക്കളാക്കി. ഒരുപാട് പേരെ എല്ലാം തന്ത്രമാണ്, തന്ത്രശാലി, കുതന്ത്രം മെനക്കാൻ മിടുക്കൻ. അതുപോലത്തെ ഇതിലാണ് പലരും വീണു പോയിട്ടുള്ളത്. തിരികെ എത്താം. ശ്രീ ആലപ്പി അഷ്റഫ്, ഇപ്പോൾ കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് ദേവദാസ് കൂടി തുടരുന്നു. ദേവദാസിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ദേവദാസ്, ഇവിടെ ഇപ്പോൾ ആലപ്പി അഷ്റഫ് സൂചിപ്പിച്ച ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽസുകൾ ഉണ്ട് സിനിമയ്ക്കുള്ളിൽ, മലയാള സിനിമയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ദിലീപിന്റെ ഈ അറസ്റ്റ് അത്തരത്തിലുള്ള മാഫിയകളെ പുറത്താക്കി, ക്രിമിനൽസുകളെ പുറത്താക്കാവുന്ന ഒരു ശുദ്ധികലശത്തിലേക്ക് കാര്യങ്ങളെ നീക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സൗമ്യ, പറ്റൂല. എന്താ പറയുക, ഈ മാഫിയ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ പതിപ്പാണ്. കൊച്ചിയിൽ വന്നേ, അത് ബോംബെയിൽ 1960s ഹോളിവുഡിൽ സിസിലിയൻ മാഫിയ എന്ന് പറയും, ഇറ്റാലിയൻ മാഫിയ ആയിരുന്നു പിടിമുറുക്കിയത്. ഹോളിവുഡ് സിനിമേനെ ഓർ നിയന്ത്രിക്കുമായിരുന്നു. പടം മുഴുവൻ ഓർ നിയന്ത്രിക്കും, ഓസ്കാർ അവാർഡ് അവർ നിയന്ത്രിക്കും. അതല്ല, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബോംബെയിൽ മിൽ തൊഴിലാളി സമരമെല്ലാം വന്ന ശേഷം ദാവൂദ് പോയപ്പം ദാവൂദ് എന്ത് ചെയ്തു, ബോളിവുഡിനെ ഇതേപോലെ. അതാ നിങ്ങളൊന്നും ആലോചിക്കണം, അവിടെയുള്ള ചേന വിറ്റ് നടന്ന ബൊക്കാഡിയ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പച്ചക്കറി മാർക്കറ്റിൽ. അയാളെല്ലാം നിർമ്മാതാവായി. ഏത് ബിനാമി മാർക്കറ്റ്. എന്നിട്ട് ഇവർ നടികളെ തീരുമാനിക്കും, നായകന്മാരെ തീരുമാനിക്കും. അതുകൊണ്ടാണ് സുനിൽ ദത്തെല്ലാം ഈ ആയുധം, ബോംബെ സ്ഫോടനത്തിലെ ആയുധം അവൻ്റെ വീട്ടിൽ സൂക്ഷിച്ച. അവനെയൊന്നും ഒരിക്കലും വിടരുത്. സുനിൽ ദത്തിനെല്ലാം തൂക്കിക്കൊല്ലണ്ടയാ. അവനാ പരോള് നൽകിയത് കോടതി. അതെല്ലാം പിന്നെ ചോദ്യം ചെയ്യാം. ഇത് അങ്ങനെയാണ് ഈ സൽമാൻ ഖാൻ, അങ്ങനത്തെ മാഫിയാണ് ബന്ധം. അങ്ങനെയാണ് ദിവ്യ ഭാരതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർക്കണം. 19 വയസ്സുള്ള പെണ്ണ് 7ാം നിലയെന്ന് സാജിദ് വാല എന്ന് പറഞ്ഞ 7ാം നിലയെന്ന് ഒരു പാർട്ടിയിലെല്ലാം മരിച്ച് ഒതുക്കി തീർത്തു. നടിമാർ ഇപ്പൊ ജിയാ ഖാൻ മരിച്ചു. മിഞ്ഞാന്ന് എത്രയോ ബോളിവുഡ് നടികൾ മരിച്ചുകൊണ്ട് നിൽക്കുന്ന മോഡൽസ് മരിക്കുന്നു. അതേപോലെ കൊച്ചി നഗരത്തിന്റെ ഒരു വികസനം വന്നപ്പോൾ മാഫിയ, ഡ്രഗ് മാഫിയ, അതൊന്ന് കപ്പൽ അവിടെ വരുന്നു. ഡ്രഗ് മാഫിയ, ഈ റിയൽ എസ്റ്റേറ്റ്, സിനിമ, ഇത് പറ്റിയൊരു വെന്യൂ. ഒന്നിക്കൽ നിങ്ങൾ ക്രിക്കറ്റ്, ഇനിയിപ്പോൾ ഈ സ്പോർട്സിലാണ് ഇത് വരുന്നത്, അത് ക്രിക്കറ്റിൽ വന്നു. അത് കഴിഞ്ഞ് ഫിലിം. അതിൻ്റെ ഒരു ഡോൺ ആണ്, കൊച്ചിയിലെ ഫ്രോഡിന്റെ ഡോൺ ആണ് ഈ ദിലീപ്. ഏത് 50 ഉറുപ്പ്യക്ക് മിമിക്രി അമ്പലത്തിൽ കളിക്കുമ്പോൾ ഈ നമ്മൾ ബ്രേക്കിന്, പാട്ടിന്റെ ബ്രേക്കിന് വന്നിട്ട് ഇറക്കുക, എനക്കൊരു ഇത് താ നാദിർ ഷാ, എനക്കൊരു ബ്രേക്ക് താന്ന് പറഞ്ഞിട്ട് എരന്ന് കളിച്ച് 50 ഉറുപ്പ്യയും 10 ഉറുപ്പ്യക്കും വേണ്ടിയിട്ട് എരന്ന ആളാണ് ഈ ദിലീപ്. പക്ഷേ ആ സ്വഭാവം വിട്ടില്ല. ചില ആൾ നല്ലതാണ്. ഏത് ഹരിശ്രീ അശോകൻ അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫ, അവരെല്ലാം ഹ്യൂമൻ ബീയിങ്സാ. പക്ഷേ ഇവർ ഈ തറ എന്ന് പറഞ്ഞാൽ കൂതറ എന്ന് പറയില്ല, അതേപോലെ റൗഡി, അതിൻ്റെ DNA
ആ DNA എത്ര കോടീശ്വരനമായിട്ടും അവൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനലാണ് ഉള്ളത്. ഗോവിന്ദചാമീനെ നമുക്ക് പിന്നെയും ഉള്ളിലാക്കാം, കണ്ടാ തിരിയും. ഇവർ എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ഓർഗനൈസേഷൻ, പൈസ, എല്ലാ ഓർഗനൈസേഷനും. അതുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് എല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും പിടിച്ചാക്കല്ല. അതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാറെല്ലാം മമ്മൂട്ടി ഉത്തരത്തിൻ്റെ മുകളിൽ മോഹൻലാൽ താഴെയെല്ലാം നോക്കി നിന്നത്. ഒന്നും പറയാൻ പറ്റൂല, പെൺകുട്ടിയൊക്കെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കേരള പോലീസിനെ, പിന്നെ ഗവൺമെന്റിനെ, പിന്നെ നിങ്ങളെ മീഡിയ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു ഈ കാര്യത്തിൽ. അതുകൊണ്ട് ആ അലേർട്ട്നെസ് ആണ് ദിലീപിനെ കുടുക്കിയത്. ഇത്രയും നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കൂടിയുള്ള 30ഓളം സിനിമയിൽ അവൻ്റെ ഒപ്പം അഭിനയിച്ച ഒരു പെണ്ണാണത്. ഇവൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണത്. അതിനെ ഒരു ബ്ലൂ ഫിലിം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു നിർമ്മാണം. ആ പാവം പെണ്ണ് കരയുന്ന കേട്ടിട്ട് കരച്ചിൽ വേണം, കരയുമ്പോൾ ചിരിക്കണം, എന്നിട്ട് മോതിരം കാണിക്കണം എന്ന് പറയുന്ന ക്രൂരനെ തൂക്കിക്കൊല്ലും. ജീവപര്യന്തം അല്ല, അവനെ 30 കൊല്ലം വിടുക. നിങ്ങളിപ്പം പറയുന്നു 100 കോടി നഷ്ടം. 100 കോടിയല്ല, 1000 കോടി നഷ്ടമായാലും ഈ പെണ്ണുങ്ങളെ രക്ഷ തേടിയിട്ട് അത് ഞങ്ങളെ മലയാളത്തിന് 1500 കോടിൻ്റെ ലാഭമാണ് ഉണ്ടാവുക. ഇവിടുത്തെ പെൺകുട്ടികൾ രക്ഷപ്പെടും, ഇവിടുത്തെ നടിമാർ രക്ഷപ്പെടും, ഇവിടുത്തെ ഇനി വരുന്ന സ്ത്രീകൾ രക്ഷപ്പെടും. ഈ മാഫിയേൻ്റെയും അവന് ചുറ്റും ഓശാന പാടി കൂക്കിയ കുക്കു പരമേശ്വരനും ഷാജോണും ദേവനും അല്ലെ ഗണേശും ഇന്നസെന്റും എല്ലാം ഇന്ന് മറുപടി പറഞ്ഞ് മാപ്പ് പറയണം. അവനെ പുറത്താക്കിയാൽ മാത്രം പോരാ, ഇവരിപ്പം ജാമ്യം കിട്ടിയാൽ തിരിച്ചെടുക്കും. അതൊന്നും പോരാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ ഒന്ന് പറയുന്നുണ്ട് PT തോമസ്, ഒരു ദിവസം ഗൂഢാലോചന പറഞ്ഞില്ലേ? എന്നാൽ ആദ്യം പറയേണ്ട മഫിനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഈ പെണ്ണ് വന്ന് കരഞ്ഞ് പറയുമ്പോൾ ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് ഇവനെങ്ങനെ പൾസർ സുനീനെ വിളിച്ച ആ MLA അവനെ പിടിക്കണം. PT തോമസിനെ ആദ്യം പിടിക്കണ്ടേ? അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്. അല്ലേ അന്ന് രാത്രി തന്നെ എല്ലാ തെളിവും, അന്ന് രാത്രി തന്നെ ദിലീപിനെ പിടിക്കാൻ പറ്റുമായിരുന്നു. അത് പിടിക്കാൻ പറ്റാണ്ട് നിന്ന PT തോമസ് എന്ന് പറയുന്ന ആള്, അയാൾ ജനപ്രതിനിധി. അതാ ലോ പറയുന്നത് ഞങ്ങൾ ലോ കയ്യിലെടുക്കരുതെന്നാണ്. അതൊരു ജനപ്രതിനിധിക്ക് അറിയില്ല. ഇവിടുത്തെ സാധാരണക്കാരന് റോട്ടുമില്ല ആൾക്ക് അറിയാം. ജനം ഞങ്ങൾ റൂൾ എടുക്കണം, പോലീസിനെ വിളിക്കണം. എന്നിട്ട് നേരെ പൾസർ സുനീനെ വിളിച്ചിട്ട് ഓഫാക്കിച്ചിട്ട് ഇപ്പം പറയുന്നു CBI, മുഖ്യമന്ത്രി മാപ്പ് പറയും. മുഖ്യമന്ത്രി മാപ്പെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അന്നും പറയുന്ന അന്വേഷണം തുടരും, ഇന്നും പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ നിർത്തിയിട്ടില്ല അന്വേഷണം എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, പോലീസിനെ വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അൻവർ സാദത്ത് മാറും, PT തോമസ് മാറും, ഇവിടെ രക്ഷപ്പെടുത്തും. ഞാൻ ഒന്നും കൂടി പറയാം, ഇത് OJ സിംപ്സൺ എന്ന് പറയും. അമേരിക്കൻ റൂൾസ് ഫുട്ബോളിലെ ഇങ്ങനത്തെ ഒരു കൊലപാതകം, കാമുകിനെയും അവളുടെ ഭാര്യനെയും കാമുകനെയും കൊന്നാളിനും. പക്ഷേ OJ സിംപ്സൺ എന്ന് പറഞ്ഞ് 260 കോടി കൊല്ലത്തിലുള്ള കോൺട്രാക്റ്റുള്ള OJ സിംപ്സണെ പിടിക്കാൻ പറ്റിയില്ല. അവസാനം ഫുട് പ്രിന്റ്സിന്റെ ഒരു തെളിവിൽ, അതും 2 കൊല്ലത്തിന് ശേഷം കീഴ്ക്കോടതി മുഴുവൻ വിട്ടിട്ടും ഹയർ കോടതി. സജീവൻ, അദ്ദേഹം ദീർഘനേരമായി നമുക്കൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ശ്രീ A സജീവൻ, ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് പൊതുവിൽ കാണാനാവുക? കാരണം ഇപ്പോൾ അമ്മയുടെ തീരുമാനം തന്നെ നിലവിൽ എടുക്കാം. അത് വളരെ കൃത്യമായൊരു സമയത്തെടുത്ത തീരുമാനമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ, അങ്ങനെ അവർക്ക് അവകാശപ്പെടാനാകുമോ? കാരണം ഇതിനു മുമ്പ് കൃത്യമായ സ്റ്റാൻഡ് എടുക്കേണ്ടിയിരുന്ന സമയത്ത് അതുണ്ടായില്ല. ഗതികേട് കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്ന സ്ഥിതിവിശേഷമാണോ നിലവിൽ സംജാതമായത്? അതോ ബലഹീനനായ ദിലീപിനെ ഇനി സംരക്ഷിച്ചിട്ട് കാര്യമില്ല, കൈവിട്ട് കളയാം എന്നതുകൊണ്ടാണോ ഈ അമ്മ മകനെ കൈവിട്ടത്? അരുൺ, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇതുവരെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ദിലീപ് ആരോപണ വിധേയൻ മാത്രമായിരുന്നു, അദ്ദേഹം പ്രതിയല്ല. ആ സമയത്ത് ആരോപണം പല ആളുകൾക്കെതിരെയും വരും. ആ സമയത്തൊക്കെ അങ്ങനെയുള്ള ഒരാളെ, അമ്മയിൽ സുപ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരാളെ അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ A സജീവൻ ഇപ്പോഴും അദ്ദേഹം ആരോപണ വിധേയനാണ്. കോടതി, പരമോന്നത നീതിന്യായ പീഠം അദ്ദേഹത്തെ ശിക്ഷിക്കണം, തെളിവുകൾ സാധൂകരിക്കണം, അത് പ്രൂവ് ചെയ്യപ്പെടണം. ഈ മുൻപുണ്ടായിരുന്ന സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴും? അല്ലല്ല, ഇപ്പോഴും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹം പ്രതിയാക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചാർജ് ചുമത്തിയിട്ടുള്ള ഇപ്പോഴാണ്. 9 ചാർജുകൾ അദ്ദേഹത്തിനെതിരെ, 120B ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തി. നേരത്തെ നമുക്കറിയാം, ആ അമ്മയുടെ യോഗം നടക്കുന്ന ദിവസം ദിലീപ് തന്നെ പറഞ്ഞതും, ദിലീപ് ആ യോഗത്തിൽ വെച്ച് പറഞ്ഞതും, പിന്നീട് പത്രക്കാർക്കിടയിൽ, ആ പത്രസമ്മേളനത്തിനിടയിൽ പറഞ്ഞതും, ഞാൻ കൊടുത്ത പരാതിയിൽ
എനിക്കെതിരെയുള്ള ഗൂഢാലോചനക്കെതിരെ ഞാൻ കൊടുത്തുള്ള പരാതിയിൽ അതിനെക്കുറിച്ചുള്ള തെളിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. 13 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യൽ അതിനെ അല്ലായിരുന്നെങ്കിൽ പോലും ദിലീപ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടായിരിക്കെ ദിലീപ് DGPക്ക് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു. ദിലീപിനെ ചോദ്യം ചെയ്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടുമില്ല. 13 മണിക്കൂർ ചോദ്യം ചെയ്തു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്തെങ്കിലും തരത്തിലൊരു ഒരു സൂചനയുണ്ടെങ്കിൽ പുറത്താക്കുന്നതിൽ കാര്യമുണ്ട്. അല്ലെങ്കിൽ അത് ഒരു നിരപരാധിയെ പുറത്താക്കുന്നതിന് തുല്യമായി തീരും. ഇപ്പോഴതല്ല. ഇപ്പോൾ നമുക്ക് ഏത് കേസിലാണെങ്കിലും ഒരാൾക്കെതിരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. സബ് ജയിലിൽ കിടക്കുന്ന ഒരാളെ വീണ്ടും അമ്മയുടെ അംഗമാക്കി വെക്കുകയോ അദ്ദേഹത്തെ ഭാരവാഹിയാക്കിയിട്ട് നിർത്തുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അപ്പോൾ സമയത്തിനെടുത്താന്ന് തന്നെ പറയാം. നമുക്ക് സമയം തെറ്റിപ്പോയെന്നാലും നേരത്തെ അമ്മയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ഇന്നത്തെ അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്ന രണ്ടാമത്തെ ഭാഗമുണ്ട്. നടിയോടൊപ്പമാണ് ഞങ്ങൾ, നടിക്ക് വേണ്ട കേസിന് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും എന്ന് അത് അങ്ങനെ ഉറപ്പ് പറയുന്ന ഒരു പ്രമേയം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പത്രക്കുറിപ്പ് അന്നത്തെ പത്രസമ്മേളനത്തിൽ അവർ ഇറക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ല. അന്ന് അഴകുഴമ്പൻ രീതി എടുത്തത് ഞങ്ങൾ മകനൊപ്പവും മകൾക്കൊപ്പവുമാണ് എന്ന രീതിയിൽ ഒരു തീർത്തും വൈകായിട്ടുള്ള നിലപാടെടുത്തു. ഇതിൽ ശക്തമായിട്ട് നടിയുടെ നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളതാണ്. അത് ദിലീപ് ചെയ്തോന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് അന്ന് ആര് ചെയ്താലും അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് ശക്തമായി പറയേണ്ടിയിരുന്നു. പ്രമേയം പാസ്സാക്കേണ്ടിയിരുന്നു. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടിയിരുന്നു. ആ ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് അവരാവശ്യപ്പെടേണ്ടതായിരുന്നു. അവിടെ ആരാണെന്ന് പേര് പറയേണ്ട കാര്യമൊന്നുമില്ല. ദിലീപ് അപ്പോഴും ഈ ഒരു 13 മണിക്കൂർ ചോദ്യം ചെയ്യപ്പെട്ട എന്തിനു വേണ്ടിയാണ് എന്ന് പോലും അറിയാത്ത രീതിയിൽ, പുറത്തറിയാത്ത രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു. അപ്പോൾ അന്ന് അവരങ്ങനെ ഒരു ദിലീപിനെ പുറത്താക്കുകയോ ദിലീപിനെ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ഒരു തീർച്ചയായും മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെയല്ല, ഇവിടെ ഇപ്പോൾ അവിടെ ചെയ്തിട്ട് കൃത്യമാണ്. ഫെഫ്ക പക്ഷേ കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു എന്നുള്ള ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഒക്കെ ഈ രീതിയിൽ നിന്ന് മാറിയപ്പോൾ അവർ തീരുമാനമെടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ഈ തീരുമാനം വരുന്നതെന്നുള്ള കാര്യം ഒന്നാമത്തെ കാര്യം. അവർ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അവർ തീരുമാനിക്കേണ്ടതായിരുന്നു ഈ ഇദ്ദേഹത്തിന് ഈ സ്ഥാനത്തോ അല്ലെങ്കിൽ അമ്മയിലോ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം. അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ശ്രീ എ സജീവൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി അമ്മയുടെ ആ പ്രസ്താവന വായിക്കാം. അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുകയുണ്ടായി. അമ്മ അംഗവും ട്രഷററുമായ ശ്രീ ദിലീപ് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനാൽ ശ്രീ ദിലീപിന്റെ ട്രഷറർ സ്ഥാനം എന്ന് മാത്രമല്ല അമ്മയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ അമ്മയുടെ ഐക്യദാർഢ്യവും പിന്തുണയും ആക്രമിക്കപ്പെട്ട തങ്ങളുടെ സഹോദരിക്കൊപ്പമാണ് എന്നും തുടർന്നുള്ള നിയമ നടപടികൾക്ക് ഒപ്പമുണ്ട് എന്നും പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ വേളയിൽ അമ്മയിൽ അംഗത്വമുള്ള ചിലർ ആക്രമിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിക്ക് വീണ്ടും വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെയും നടത്തിയതിൽ അമ്മയുടെ പ്രതിഷേധവും അതേ തുടർന്നുള്ള ഞങ്ങളുടെ സഹോദരിക്കുണ്ടായ വേദനയിൽ ഖേദവും രേഖപ്പെടുത്തുന്നു. ഇനി മേലിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ അമ്മയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു കൊള്ളുന്നു എന്ന ഒരു പ്രസ്താവനയാണ്, പത്രക്കുറിപ്പാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം, അടിയന്തര യോഗത്തിന് ശേഷം കൊച്ചിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അവരുടേതായിട്ടുള്ള പ്രസ് മീറ്റ് മാധ്യമങ്ങളെ അല്പസമയത്തിനകം കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല എങ്കിൽ പോലും എങ്കിലും പൊതുവിൽ അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അവർ മാധ്യമങ്ങളെ കാണും എന്ന്. ശ്രീ ആലപ്പി അഷ്റഫ് ഉണ്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, നടൻ ദേവൻ, യുവതാരങ്ങളായ പൃഥ്വിരാജ്, ആസിഫ് അലി, രമ്യ നമ്പീശൻ അടക്കമുള്ള എല്ലാ താരങ്ങളെയും, ഏറെക്കുറെ എല്ലാ താരങ്ങളെയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിലീപിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ദിലീപിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ, കേസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ, വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ദിലീപിനെ പുറത്താക്കി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. വിശദമായ ഒരു എക്സിക്യൂട്ടീവ് ഇനി ചേരുന്നുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നതിന് ഒരു എക്സിക്യൂട്ടീവ് കൂടി ഇനി ചേരാനുണ്ട്. അതിൽ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ ഇരയ്ക്കൊപ്പമാണ്, പെൺകുട്ടിക്കൊപ്പമാണ്, ആക്രമിക്കപ്പെട്ട സഹോദരിക്കൊപ്പമാണ് തങ്ങൾ എന്നാണ്
മമ്മൂട്ടി അടക്കം ആവർത്തിച്ചത്. എന്തായാലും ഒരു എക്സിക്യൂട്ടീവ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, കാരണം മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ചതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കേസ് ഇങ്ങനെ പോലീസിന്റെ പരിഗണനയിലിരിക്കുന്ന പ്രാഥമികമായ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത് എന്നാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണവും ഉണ്ടായിരിക്കും. ശ്രീ ആലപ്പി അഷ്റഫ്, ഇന്നലെ വരെ മലയാള സിനിമയെ ഉള്ളംകൈയിലിട്ട് അമ്മാനമാടിയിരുന്ന, കൈവെള്ളയിൽ വെച്ചിരുന്നു എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന, അങ്ങനെ ഒരു ഹാഷ്ടാഗ് എടുത്തണിഞ്ഞിരുന്ന ഒരാൾക്കാണ് ഈ അധോഗതി യഥാർത്ഥത്തിലുണ്ടായത്. മമ്മൂട്ടി പറഞ്ഞതുപോലെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെ ഒന്നും ചക്ക തുന്നി നോക്കും പോലെ നോക്കാനാവില്ലല്ലോ, ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അത് പുറത്തു വരിക എന്നാണ്. എന്താണ് ദിലീപ് എന്ന വ്യക്തിയെക്കുറിച്ച് അഭിനേതാവ് എന്ന നിലയിൽ, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ആള് എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? കാരണം ഈ ആക്രമണം മുതൽ ഇതുവരെ മമ്മൂട്ടി പറഞ്ഞതിനോട് 100% യോജിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇയാളുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ പലപ്പോഴും അവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയുകയാണ്. ഇയാൾ ഇടയ്ക്ക് നടിയുടെ കൂട്ടുകെട്ടിനെ പറ്റി ഒരു പരാമർശം നടത്തി. ആ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞത് എല്ലാ ചാനലും എല്ലാ മാധ്യമങ്ങളും പൾസർ സുനിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ആലോചിച്ചത്. പക്ഷേ അയാൾക്കൊരു ഗൂഢലക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു യുവ സംവിധായകന്റെ ഒരു നടന്റെ മകനായ യുവ സംവിധായകന്റെ നേർക്ക് കേസ് തിരിയുന്നു. പിന്നീട് ദിലീപ് നിരപരാധിയാണ്, ആ സംവിധായകനിലേക്ക് പോകുന്ന റൂട്ട് തിരിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഗൂഢലക്ഷ്യം. അതിലൊരു പരിധി വരെ അദ്ദേഹം വിജയിച്ചു. നിരവധി പത്രക്കാരെന്നെ വിളിച്ചു ചോദിച്ചു, ആ പയ്യനാ, ഞാൻ പറയും 916 നല്ലൊരു പയ്യനാണ്, ആ പയ്യൻ ഒരിക്കലും വരില്ല, ഇവൻ ക്രിമിനലാണ്, എനിക്കറിയാം ഇവൻ ക്രിമിനലാണ്. നിങ്ങൾ 100% എൻ്റെ മെസ്സേജിൽ നിങ്ങൾ പരിശോധിച്ചറിയാം, 100 എഴുതിയിട്ട് ശതമാനവും കൊടുത്താണ് ഞാൻ അയച്ചത്. ഇത്രയും ശതമാനം ഉറപ്പാണ് ദിലീപ് തന്നെ ആയിരിക്കും ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇത്ര ഗൂഢമായിട്ടാണ് ആലോചിച്ചത്. ഈ സമയത്ത് തന്നെ ഇപ്പം കേരളത്തിലെ അമ്മമാരുടെ മനസ്സിൽ നിന്ന് എത്രയോ നേരത്തെ ദിലീപ് പുറത്താക്കപ്പെട്ടു. എല്ലാവരുടെയും പുറത്താക്കിപ്പെട്ട ശേഷമാണ് യഥാർത്ഥ അമ്മയിൽ നിന്ന് ഇപ്പോൾ പുറത്തായത്, ഫെഫ്കായിൽ നിന്ന് പുറത്തായത്. ഇത് കൂടാതെ വേറൊരു അപകടം ബാധിക്കിരിപ്പുണ്ട്. തിയേറ്റർ അസോസിയേഷന്റെ പ്രസിഡന്റാണ് പുള്ളി ഇപ്പം പുതിയതായിട്ട് ചേർന്നിരിക്കുന്നത്. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇവരെല്ലാം വിരട്ടാൻ പറ്റിയൊരു ഇതാണ്. അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് കൂടെ പുറത്താക്കിയാലേ നിഷ്കാസനം എന്ന് പറയുന്നത് നടപ്പിലാവുള്ളൂ. അല്ലെങ്കിൽ അത് വെച്ച് മുതലെടുക്കും, ഇനിയും സിനിമ പിടിച്ചെടുക്കും അങ്ങനെ. കാരണം തിയേറ്ററിൽ അഭയം പ്രാപിച്ചേ പറ്റുള്ളൂ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കൊക്കെ എല്ലാം. അതിൻ്റെ പ്രസിഡന്റാണ്, അതിൽ നിന്നൊന്നും കേട്ടിട്ടില്ല ഇപ്പം മാറ്റിയതായിട്ടോ ഒന്നും. അപ്പോൾ അതുമുണ്ട്. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ ഗൂഢലക്ഷ്യങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് പോകുന്ന വഴി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമൽ നീരദിൻ്റെ പടത്തിന് അദ്ദേഹം ആഷിഖ് കപൂർ തുറന്നു പറഞ്ഞു, അമൽ നീരദിൻ്റെ CIO ആ പടത്തിന് അദ്ദേഹം പല തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റിപ്പിച്ചു. എന്തിനാണ് ഇത്? ഇദ്ദേഹം വെറും ഒരു കേരള പീഡന അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് പുള്ളി. എന്ത് ചെയ്തു? അവരെന്ത് ദ്രോഹം അങ്ങേരോട് ചെയ്തു? അതിനാണ് ആഷിഖ് കപൂറും അൻവർ റഷീദും അമൽ നീരദും ഒന്നിച്ചു നിന്നു. അവർ പറഞ്ഞു ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. അപ്പോഴത്തേക്ക് പുള്ളി കുഴപ്പത്തിലായി. അപ്പൊ അവരോട് കാണുമ്പോൾ, അവർ തന്നെ ചാനലിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, വളരെ അവരുടെ പക്ഷം നിൽക്കുന്ന പോലെ പെരുമാറുന്നു. ഇപ്പുറത്തെ തിയേറ്ററുകാർ പറയുന്നു ഇവര് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ മാറ്റിയത്, ദിലീപിന്റെ നിർദ്ദേശപ്രകാരം. എത്ര പേരെയാണ് താങ്കൾ ആ പറഞ്ഞ സൂചന തന്നെയാണ്. കാരണം ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ നടന്ന കൂട്ടായ്മയിൽ ഇദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. കേരളത്തിൽ ഒരു പെൺകുട്ടിക്കും ഇനി ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്. രാവിലെ എന്തോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് എന്ന് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. അത് പൊതുസമൂഹം ഒരർത്ഥത്തിൽ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ജനപ്രിയനാണല്ലോ, അങ്ങനെ ഒരു സ്ഥാനം മനസ്സിൽ കുറിച്ച് നൽകുകയും ചെയ്തിരുന്നുണ്ടല്ലോ. അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്ന സ്വന്തം പ്രയത്നം കൊണ്ട് ഇത്രയും എത്തിയൊരു നടൻ എന്ന തരത്തിൽ അയാളെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ആ ആദരവാണ് യഥാർത്ഥത്തിൽ മിസ്യൂസ് ചെയ്യുക കൂടി ചെയ്തത്. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ സജീവമായ കാലഘട്ടത്തിൽ ആരോഗ്യകരമായ മത്സരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ എതിരാളിയുടെ സിനിമയെ കൂവി തോൽപ്പിക്കുക എന്ന ഒരു പുതിയ സംസ്കാരം, പുത്തൻ സംസ്കാരമൊക്കെ ഈ മലയാള സിനിമയിൽ ആവിഷ്കരിച്ചത് ഈ നടനാണോ? അങ്ങനെയും കേൾക്കുന്നു. ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന ആൾ എന്ന തരത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതിലൊരുപാട് പങ്ക് ഇദ്ദേഹത്തിനുണ്ട്. 100% സത്യസന്ധമായ കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും നീചമായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് അതായത് ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ചിലർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടുകൂടുക, അതുപോലെ ചില ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. ഇയാൾക്ക് ക്രിമിനൽസുമായിട്ടുള്ള കൂട്ടാണ് ഇഷ്ടം. പക്ഷേ നന്നായിട്ട് അഭിനയിക്കാനും അറിയാം, ആളുകളെ കയ്യിലെടുക്കാൻ അറിയാം, അത്യാവശ്യ കാശും മുടക്കാൻ അറിയാം, ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാ കൊട്ടേഷൻ കൊടുത്തവനെ പറ്റിക്കാൻ നോക്കിയവനാണ്. കൊട്ടേഷൻ ഇത്ര രൂപയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അവനെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അവൻ വിചാരിച്ചെന്താണ്, ഞാൻ ഏതായാലും ഉണ്ട തിന്നുന്ന, അവൻ പുട്ടുകടയിൽ ഇരുന്ന് പുട്ട് തിന്നണ്ട, ഇങ്ങോട്ട് വാ, നീയും കൂടെ ചേർന്ന് ഉണ്ട് തിന്നാന്ന്. ഇതാണ് സംഭവിച്ചത് ശരിക്കും. അപ്പം അവനെപ്പോലും പറ്റിക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തൻ. ഇത്രയും ഞാൻ പറഞ്ഞ പോലെ 3 MLA-മാരെ, ഒരു MP, മമ്മൂട്ടി, മോഹൻലാൽ പോലെ സൂപ്പർ താരങ്ങളെ എല്ലാവരെയും വടക്കൻ നാഥനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനെ പിടിച്ചും മക്കളെ പിടിച്ചും അമ്മയെ പിടിച്ചും ഒക്കെ സത്യം ചെയ്ത് അവരെല്ലാം വിശ്വസിപ്പിച്ചു. ശരിക്കും അതാണ് നടന്നത്. അത്ര കഴിവുള്ള ഒരാളാണ് പറ്റിക്കൽസ് മാത്രമുള്ള ഒരു നടൻ. ദേവദാസ്, ഇവിടെ ഏറ്റവും ഏറെക്കുറെ വൈകിയാണെങ്കിൽ കൂടി നടപടി എടുത്തിട്ടുണ്ടല്ലോ താരങ്ങളുടെ സംഘടന. ഇവിടെ സമർത്ഥമായി ഇയാൾ ഈ താരസംഘടനയിലെ മറ്റംഗങ്ങളെ, പ്രമുഖ നടന്മാരടക്കമുള്ളവരെ പറ്റിക്കുകയായിരുന്നു തന്റെ പൊള്ളയായ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട്, അതോ ഒരു പരിധിവരെ ഈ ക്രിമിനൽ സ്വഭാവം അറിഞ്ഞിട്ടും ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുകയായിരുന്നു ഈ നിമിഷം? അരുൺ, ഇത് എന്താ പറയുക, അതിനെ ഈ അമ്മ എന്ന് പറഞ്ഞ പേരെ ഉപയോഗിക്കരുത്. അതൊരു പൂതനയാണ്. അത് പൂതന എന്നാണ് അതിൻ്റെ പേര് ഉപയോഗിക്കേണ്ട. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്നേഹം, അമ്മ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് വന്ന് വരുന്നതാ. അതൊന്നുമില്ല. ഇവിടെ മാഫിയകളെ അമ്മയാണത്, അത് പൂതനയാണ്. അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അരുണെ, അത് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഈ അമ്മക്ക് 5 പൈസ ഇല്ലാണ്ട് നിൽക്കുമ്പം ഒരു 2020 സിനിമ എടുത്ത് അത് നിർമ്മാണത്തിലും ഇവൻ്റെ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവനും ഇവൻ്റെ അനിയനും കുറച്ച് മാഫിയകളും ക്രിമിനൽസും തുടങ്ങിയിട്ട് അതിന് കോടികളെ ലാഭമാക്കിയിട്ട് ഇവനും കോടികളെ ലാഭമാക്കിയിട്ട് ഈ അമ്മ എന്ന സംഘടനയെ മുഴുവൻ കയ്യിലൊതുക്കി. അതാ ആലപ്പി അഷ്റഫ് പറയുന്നത് ശരി. ഇപ്പൊ ഇതിൽ പുറത്താക്കിയോണ്ട് കാര്യമില്ല. തിയേറ്ററിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഈ നിർമ്മാതാവ് ഈ മമ്മൂട്ടിയിൽ അഭിനയിക്കുന്ന പടമൊന്നും ഈ തിയേറ്ററിൽ കൊടുക്കേണ്ടതെന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കുക. തിലകന്റെ സ്ഥിതി വരും. അതുകൊണ്ട് ഈ തിയേറ്ററിൽ നിന്ന് പുറത്താക്കണം. പക്ഷെ അത് പുറത്താക്കിയിട്ടില്ല. അത് ഏറ്റവും ഡേഞ്ചർ. അപ്പൊ ഇവനൊരു കൊച്ചിയിൽ ഈ എരന്ന് നടക്കുമെന്ന് പറയും. പൈപ്പിൽ വെള്ളം കുടിച്ച്, വിനിയന അത് പറഞ്ഞത്, പൈപ്പിൽ വെള്ളം കുടിച്ച ദിലീപിന് ഞാൻ ചാൻസ് കൊടുത്തിട്ട് നയിച്ചിട്ട് അവസാനം വിനിയന് പാര വെച്ചവനാണ്. അപ്പോൾ ഈ മിമിക്രി കളിക്കുമ്പം ബ്രേക്കിന്, പാട്ടിൻ്റെ ബ്രേക്കിന് എനക്കൊരു ചാൻസ് തന്നിട്ട് 50 ഉറുപ്പ്യക്ക് ഈ കണ്ണൂർ മുതലുള്ള തിരുവനന്തപുരമുള്ള അമ്പലത്തിൽ കയറി ഇറങ്ങിയത് നാദിർ ഷായും ഈ കളി. പക്ഷേ ഇപ്പൊ ആലപ്പി അഷ്റഫ് പറഞ്ഞാൽ ശരി, ആ സ്വഭാവം അതിൽ നിന്ന് 10 ഉറുപ്പ്യ കൂടിയുള്ളവനെ പറ്റിക്കുന്ന അന്നത്തെ DNA ഇന്നും ഉണ്ട്. അതുകൊണ്ട് ആ പൾസർ സുരീന് വെറും 1.5 കോടിൻ്റെ കൊട്ടേഷൻ, പക്ഷെ കൊടുത്ത അഡ്വാൻസ് 10,000 ഉറുപ്പ്യ. പിന്നെ ഈ കാവ്യൻ്റെ ലക്ഷ്യം എന്ന് കൊടുത്തത് 2.5 ലക്ഷം ഉറുപ്പ്യയും. അപ്പൊ 2.60 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഓൻ പറ്റിക്കുന്നു വിചാരിച്ച അതാണ് അവൻ. അത് എന്ന് പറഞ്ഞാൽ തിലകനെയെല്ലാം കണ്ടില്ലേ, ഏറ്റവും വലിയ മഹാനായ നടൻ, ടോപ്പ് 5 മലയാളത്തിലോ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 5 നടന്മാരിൽ ഒരാളാണ് തിലകൻ. പാവം ബൈപ്പാസ് ചെയ്തിട്ട് പൈസ ഇല്ലാണ്ട് നാടകം അഭിനയിക്കേണ്ട ഗതികേടിലേക്ക് ആക്കിയപ്പോൾ അപ്പൊ ഈ അമ്മ എവിടെ പോയി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൂതന. വിനയനെ പുറത്താക്കി എവിടെ പോയി? ബൈജു കൊട്ടാരക്കര പോയി, ഈ ദിനേശ് പണിക്കർ, മറ്റ് തുളസിദാസ്, ഇവരെല്ലാം പോകുമ്പം ഈ മമ്മൂട്ടി, മോഹൻലാലും ഈ പൃഥ്വിരാജെല്ലാം നോക്കി നിന്നില്ലേ? തിലകനെ ഒതുക്കിയപ്പം നോക്കി നിന്നില്ലേ? എന്നിട്ട് ക്യാൻസറാണ്, ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ ഉള്ളത് ക്യാൻസറിന്റെ പുറത്ത് ബാൻഡേഡ് ഇട്ടുന്നേ ഉള്ളൂ. അത് ജനരോക്ഷം എല്ലാം ഓരോ ബാക്കിലായപ്പം ഞങ്ങളെല്ലാം പറ്റിക്കാൻ വേണ്ടി ഒരു ബാൻഡേഡ് ആ ക്യാൻസർ വൂണ്ടിന് ഇട്ടില്ല, പുഴുത്ത് നാറുന്നാണ്. അതുകൊണ്ടാ VS അച്യുതാനന്ദൻ പറഞ്ഞ അമ്മ എന്ന സംഘടന വേണ്ടെന്ന്. അതാണ് ശരി. അത് പൂതനയാണ്. പൂതനക്ക് അമ്മേന്റെ രൂപത്തിൽ കൃഷ്ണന് ഈ മുലയൂട്ടുന്ന പോലത്തെ സ്ഥിതിയായത്. ഇത് വിഷം ചുരത്തുന്ന ഒരു അമ്മയാണ്. ഈ അമ്മയിൽ പെൺമക്കൾ സുരക്ഷിതമല്ല. അതാണ് കാണുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. അല്ല, ഈ താങ്കൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ശ്രീ ദേവദാസ്. ഈ നടിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അതിനെ പ്രാഥമിക ഘട്ടത്തിൽ തള്ളി പറയാതിരുന്നപ്പോൾ ഈ നടി അംഗമായ സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രമുഖ സംഘടനയുണ്ട്, ദക്ഷിണേന്ത്യയിലെ നടിമാരുടെയും നടന്മാരുടെയും. ചെന്നൈയിൽ യോഗം കൂടി അവർ ഈ സംഭവത്തെ അപലപിച്ചിരുന്നു. അന്ന് വിശാൽ അടക്കം പ്രതിഷേധ യോഗം ചെന്നൈയിൽ നടത്തിയിരുന്നു. എന്നിട്ടും
ഇവിടുത്തെ നടീനടന്മാർ കണ്ണു തുറന്നത് വളരെ വൈകിയാണ്. അങ്ങനെ അത്രത്തോളം അങ്ങ് അറ്റം പോയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു എക്സ്പെൽ എന്ന നടപടിയിലേക്ക് എത്തി നിൽക്കുന്നത്. അത് സംശയത്തിന് ഇട നൽകുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന പ്രധാനമായ ഒരു കാര്യം. അതാണ് അരുൺ ഞാൻ പറഞ്ഞത്, ഇതൊരു പൂതനയാണ്, അമ്മേന്റെ രൂപത്തിലുള്ള പൂതന. അതുകൊണ്ടാണ് അരുൺ പറഞ്ഞത് ശരി. അത് നടികർ മാത്രമല്ല പറഞ്ഞത്, കന്നഡ സിനിമയിലെയും ഈവൻ നാഷണൽ ടി വിയിലുള്ള വലിയ സിനിമാ നടന്മാർ അന്ന് പറഞ്ഞു ഇത് ബ്രൂട്ടലാണ്. എന്നിട്ട് അത് അരുണ് നേരത്തെ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ ഇതുണ്ട്. അന്ന് ആ കളവ് ചെയ്ത് മറൈൻ ഡ്രൈവിൽ വെച്ച് ദിലീപ് ഇങ്ങനെ പറയുന്നില്ലേ ഒരു പെണ്ണിന് നഷ്ടപ്പെടാം, അതാണ് പോലീസ് പിടിച്ചിന്. അതിൻ്റെ തൊട്ട് മുമ്പേ ദിലീപ് ആരെയോ അമ്മേനെയോ ഇവരെ അങ്ങ് വിളിച്ചിന്. ഇത് അറിഞ്ഞിട്ടൊരു സങ്കടം, മുതലക്കണ്ണീര്. അത് 12 സെക്കൻഡ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അന്നേരെ പോലീസിന് സംശയമുണ്ട് ഇവന് പൾസർ സുനി അറിയില്ല. എന്തുകൊണ്ട് ഇത്രയും ക്ലോസ് ആയ ഭാവനേന്റെ വീട്ടിൽ ഇത്രയും വലിയ ബ്ലൂ ഫിലിം പോലെ നിർമ്മിച്ചിട്ട് 12 സെക്കൻഡ് മാത്രമാണ് വിളിച്ചത്? അതാണ് പോലീസ് ക്ലൂ ആയിട്ട് ആദ്യം എടുത്തത്. അതാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത്. മറ്റേ തൃശ്ശൂരിൽ വെച്ച് ജോർജാട്ടൻ പൂരത്തിലെ വേറൊരു ജോലിക്കാർ ദിലീപിന്റെ ഒപ്പം സെൽഫി എടുക്കുമ്പോൾ ദൂരെ മാറി നിന്ന് പൾസർ സുനീനെ ഫ്രെയിമിൽ വന്നു. അതാണ് പോലീസിന് കിട്ടിയ ആദ്യത്തെ തെളിവ്. തീർച്ചയായും എന്തായാലും ഈ അദൃശ്യമായ ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ അദൃശ്യമായ ദൈവത്തിന്റെ കരം എന്നൊക്കെ പറയുന്നത് പോലെ ഏത് കഠിനമായ കുറ്റകൃത്യത്തിലും ഈ തെളിവിലേക്ക് നയിക്കുന്ന നേരിയ ഒരു വിടവുണ്ടാകും. അത് ഒരുപക്ഷെ അതൊരു പ്രകൃതിയുടെ നിയമമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പലപ്പോഴും. ആ ചിത്രത്തിൽ ഏറ്റവും ഒടുവിലായി പൾസർ സുനി നിന്നതും അങ്ങനെ ചില യാദൃച്ഛികതകൾ കൂടിയാവാം. ശ്രീ ആലപ്പി അഷ്റഫ്, താങ്കൾ വളരെ നാളെ, അതായത് മിമിക്രിയുമായി ബന്ധപ്പെട്ട മിമിക്രിയെ സംബന്ധിച്ച് ഇത്രത്തോളം ആധികാരികമായി കേരളത്തിൽ അറിയാവുന്ന മറ്റൊരാളുമില്ല. ഞാനിവിടെ പറഞ്ഞു വന്നത് മിമിക്രി മലയാള സിനിമയുടെ ബാക്ക് ബോൺ ആണ്, നട്ടെല്ലാണ്. അതിലൂടെ വന്നിട്ടുള്ളവരാണ് നിരവധി നടീനടന്മാർ. ഇപ്പോൾ ഈ ദിലീപ് തന്നെ മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ സഹതാരങ്ങളായിരുന്ന പലരും സിനിമയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ വഴിയിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ഒരു ഘട്ടത്തിൽ പ്രബലമായി വന്നു. ഹരിശ്രീ അശോകൻ ഇദ്ദേഹവുമായുള്ള കോമ്പിനേഷൻ സീൻ നല്ലതാണ്, ഭാഗ്യ ജോഡിയാണ് എന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ പടമില്ലാതെ അദ്ദേഹം വീട്ടിലിരുന്നു എന്നാണ് പറയുന്നത്. സലീം കുമാർ ഇതുപോലെ കോമ്പിനേഷൻ ജോഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ പടമില്ലാതെ സലീം കുമാർ വീട്ടിലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് കൂടെ കളിച്ചു വളർന്നവരെ പോലും അത്ര അസഹിഷ്ണുതയോടെ കണ്ടിരുന്ന ഒരു നടനാണ് ഇയാൾ എന്നാണ് ഈ സിനിമാ ലോകം പറഞ്ഞത്. അന്നാരും അത് വിശ്വസിച്ചില്ല. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇതിനുള്ളിൽ നിന്ന് കുറെ കൂടി അറിവുള്ള വ്യക്തി എന്ന നിലയിൽ? ഞാനത് വിശ്വസിച്ചിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം മാനത്തെ കൊട്ടാരം എന്ന ചിത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനത്തെ കൊട്ടാരം എന്ന പടത്തിൽ ഞാൻ മിമിക്രിക്കാരുടെ ഇടയിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതിൽ കാസ്റ്റ് ചെയ്തിരുന്നത്, നായകനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്ന അബി എന്ന് പറയുന്ന ഒരു മിമിക്രി താരത്തെ. അയാൾ ഇങ്ങനെക്കാൾ സുന്ദരനാണെന്ന്, വളരെ നന്നായിട്ട് മിമിക്രിയും ചെയ്യും. അതിപ്പോഴുമാണ് അയാളെ ലാസ്റ്റ് മൂമെന്റിൽ ഇയാൾ എന്തോ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ്, അയാൾ കുഴികാല് വെട്ടിയാണ് അതിൽ കയറി വന്നത്, ദിലീപ് കയറി വന്നത്. ആ റോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അബിയുടെ മോനിപ്പോൾ സിനിമ ഫീൽഡിൽ വന്നു കഴിഞ്ഞു, 2 പടവും ഹിറ്റാണ്. പക്ഷേ ഒരുപാട് മിമിക്രിക്കാർക്ക് ഇദ്ദേഹം ഉപദ്രവിച്ച കഥകൾ ഒരുപാടുണ്ട്. ആരും മിണ്ടത്തില്ല, നിസ്സഹായാവസ്ഥ കൊണ്ട് മിണ്ടില്ല. കാരണം പലപ്പോഴും ഇപ്പം നാദിർ ഷാ പോലും ഉൾപ്പെടെ, നാദിർ ഷാണ് ശരിക്കും അയാളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ നാദിർ ഷാ തൻ്റെ സിനിമാ മോഹം പല പ്രാവശ്യം അയാളെടുത്ത് എന്ന് പറഞ്ഞ് വർഷങ്ങളോളം പുറകെ നടന്നിട്ട് പോലും നാദിർ ഷായെ അടുപ്പിച്ചിട്ടില്ല. നാദിർ ഷായുടെ 2 പടങ്ങൾ സൂപ്പർ ഹിറ്റായപ്പോഴാണ് കൂടെ ചേർക്കാൻ തുടങ്ങിയത്. അവരെ അതുപോലെ പലരെയും അയാൾ കുഴിയിലാക്കിയില്ലേ. ഇപ്പം ഈ സലീം കുമാറും മറ്റേ അജു വർഗീസും ഒക്കെ ജയിലിൽ പോകേണ്ട സ്ഥിതിയാക്കി കൊടുത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പേരുടെ സ്ഥിതിയാണെന്ന് എനിക്ക്. ഇവിടെ ഇരുന്നുകൊണ്ട് എത്ര ചാനലിൽ കിടന്ന് പറഞ്ഞ സജി നന്ദിയാടെന്നൊക്കെ പറയുന്ന ആൾക്ക് ആവേശത്തിലായ അയാൾക്ക് വേണ്ടി ബാധിച്ച് ഇപ്പൊ 2 വർഷം ഇനി ഒന്നിച്ച് പോകണ്ടേ? ഇയാളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും ഇവരെല്ലാം ഒന്നിച്ച് ഈ പൾസർ സുനിയെ. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഉണ്ടായി. അവർ മാപ്പ് പറയുന്ന പറയും, വിടില്ലെന്നാ പറയുന്നത്, കേസായിട്ട് പോകുന്ന ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രശ്നമല്ലേ? ഇയാളുടെ വാക്ക് വിശ്വസിച്ച് എത്ര പേര് വിശ്വസിച്ചു ഇയാൾ പറയുന്നത്? ഇയാളുടെ സത്യങ്ങൾ എത്ര പേര് വിശ്വസിച്ചു? അന്നും എനിക്കറിയാം കള്ളമാണെന്ന്. അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തനമുണ്ട് പല്ലിശ്ശേരി, അങ്ങേര് പറയുന്നുണ്ട് ഇവൻ പറയുന്ന കള്ളമാണ്, ഇതല്ല സത്യം, ഇതല്ല സത്യം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെ എഴുതിയിരുന്നത് അയാൾ എൻ്റെ അടുത്ത് കള്ള് ചോദിച്ചു, ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തില്ല, അതിൻ്റെ പിണക്കത്തിലാണ് എഴുതിയതെന്ന്. എനിക്ക് 10-35 വർഷമായിട്ട് അറിയാവുന്ന ഒരാളെ, സ്വാത്വികനായ ഒരു പത്രപ്രവർത്തകനാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിക്കത്തില്ല. അന്ന് നമ്മുടെ നമ്മുടെ ഇവിടെ ഇരുന്ന് ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ സുഹൃത്ത്
നമ്മുടെ എന്താ ദിനേശ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു ഇതെഴുതി, പിന്നെ ദിലീപെ അദ്ദേഹം മദ്യപിക്കാത്ത ആളാണല്ലോ, നിങ്ങൾ ഇത് പറയുന്നത് കള്ളവല്ലേ, ഓരോരുത്തരെയും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അന്നേ ഞങ്ങൾക്കറിയാം ഇത് കള്ളമാണ് പറയുന്നതെന്ന്. അപ്പോൾ ഓരോന്നും കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. 100 പ്രാവശ്യം ഒരു കള്ളത്തിന് പറഞ്ഞ് അതിനെ സത്യമാക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ ശരിക്കും ഈ അമ്മയിലെ നേതാക്കന്മാർ, അമ്മയിലിരിക്കുന്ന എല്ലാം ഇവനൊഴിച്ചു ബാക്കി എല്ലാവരും വളരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. അവരെല്ലാം ഒരു കുഴപ്പക്കാരുമല്ല. ഇപ്പൊ ഗണേഷ് കുമാർ വളരെ കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു. 2 പ്രാവശ്യം 2 ടേംസിൽ മന്ത്രിയായി. 2 അദ്ദേഹത്തിന് വലിയ പേരായിരുന്നു. അദ്ദേഹം 3 പ്രാവശ്യം MLA ആയിട്ടിരുന്നത്. അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാം, ഇതൊക്കെ നിയന്ത്രിക്കാൻ അറിയാം, എല്ലാം അറിയാം. മുകേഷ് ആദ്യമായതുകൊണ്ട് കുറച്ച് പാവപ്പുഴ അദ്ദേഹം തന്നെ പറയുന്നു. ഇന്നസെന്റ് ക്ഷമ ചോദിച്ചില്ലേ, അവർ കാണിച്ചതിനാണ് അദ്ദേഹം ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവൻ കാരണമാണ്. എത്ര പേരാണ് ഇപ്പോൾ കുഴപ്പത്തിലാവുന്നത്. അതെല്ലാം പോട്ട് ഇപ്പം അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അവരിപ്പോൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകും, കാര്യങ്ങൾ ഇനി ഭംഗിയായിട്ട് കൊണ്ടുപോകും. ഈ ജയിലിൽ പോകേണ്ട അവരുടെ കാര്യം എന്താവും? ഈ അഭിപ്രായം പറയാം അജു വർഗീസും സലീം കുമാറും സജി നന്ദിലത്ത് SN സാമിയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ട? ഒന്നിച്ച് കാണേണ്ടി വരത്തില്ലേ ഇതിങ്ങനെ പോയാൽ? അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഈ തിയേറ്റർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ഇപ്പോഴും ഇരിക്കുകയല്ലേ, അതിൽ നിന്ന് മാറ്റിയിട്ടില്ലല്ലോ. ചെവിക്ക് പിടിച്ച് തൂരെ അറിയണം, എടുത്തു കളയണം. എത്ര കൊലകമ്പനായാലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഉത്തരേന്ത്യയിലെ ഇവനേക്കാളും ശക്തൻ, കോടാനുകോടി ഇവനേക്കാളും കാശുള്ള 2 നടന്മാര്. ഒരു പുതിയ വാർത്ത കൂടിയുണ്ട് ശ്രീ ആലപ്പി അഷ്റഫ്. എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ ആശ്വാസ സൂചകമായ ഒരു വാർത്ത കൂടിയാണ്. തിയേറ്റർ സംഘടനകളുടെ ഉടമസ്ഥതയിൽ ഈ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ ദിലീപിനെ മാറ്റി എന്ന പുതിയ വാർത്ത കൂടി നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് വിവരങ്ങളിലേക്ക് കൂടി വരാം. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇത് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം മുതൽ അതിനുള്ള ക്രമാനുഗതമായ ഒരു നാൾ വഴി ഉണ്ടായിരുന്നല്ലോ. അത് മുതൽ ഇയാളുടെ അറസ്റ്റ്, ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, ഇപ്പോൾ റിമാൻഡിലായ സാഹചര്യം, അതിനപ്പുറം ഏറ്റവും ഒടുവിലായി ഈ പുറത്താക്കൽ, ഇതുവരെയുള്ള ഒരു ക്രമാനുഗതമായ ദിനങ്ങളെ, സംഭവങ്ങളെ എങ്ങനെയാണ് ഒന്ന് ഓർത്തെടുക്കാനാവുക? അതായത് ഇതിൽ നീതിയുടെയും നീതികേടിന്റെയും ഒക്കെ വശം ആരൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പുറത്താക്കൽ പോലും ഏത് സാഹചര്യത്തിലാണ് എന്നാണ് താങ്കൾ കാണുന്നത്? ഞാൻ വളരെ വിചിത്രമായാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. കാരണം ഇത്രത്തോളം അൺതാങ്ക്ഫുൾ ആയിരിക്കുന്ന നന്ദികെട്ട സംഘടനയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരിക്കൽ ഇദ്ദേഹം ഇതിൻ്റെ ട്രഷററായിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ച വരെ 5 ദിവസം മുമ്പ് വരെ ട്രഷററായിരുന്നില്ല, ട്രഷറി തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പണം തന്നെയായിരുന്നു. നേരത്തെ ദേവദാസ് സൂചിപ്പിച്ച മാതിരി 2020 പണം തന്നെയായിരുന്നു ഇട്ട് ചമ്മാളിച്ചത്. നോക്കണേ, ഒരുത്തൻ വീഴുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒരു ചളിപ്പും ഉള്ളിപ്പും ഒന്നുമില്ലാതെ അയാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ഇതാണ് മലയാള സിനിമയുടെ ഒരു മുഖമുദ്ര. മറ്റ് സിനിമകളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് തന്നെയായിരുന്നു അമ്മ എന്ന സംഘടനയുടെയും ദാരിദ്ര്യം. കാരണം എന്താ? ശരിക്കും ദിലീപ് വന്ന് കഴിഞ്ഞ് 3 ദിവസം മുമ്പ് അവിടെ ഇരുന്നല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യാൻ ആവുമായിരുന്നല്ലോ? കഴിയത്തില്ല. അതിന് കാരണം എല്ലാവരും പണത്തിന് കീഴ്വഴങ്ങി നിൽക്കുക, പ്രശസ്തി കീഴ്വഴങ്ങി നിൽക്കുക. അതിനപ്പുറത്ത് ചങ്കുറപ്പുള്ള എല്ലുറപ്പുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു, തിലകനെ പോലെയുള്ള ആൾക്കാർ, മാന്യരായ ആൾക്കാർ പുറത്തുപോയി. അതിനകത്തിരുന്നവർ അമാന്യന്മാർ തന്നെയാണ് അതുകൊണ്ടിരിക്കാൻ കഴിഞ്ഞത്. ഒരാൾ വീണപ്പോഴാണ് ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. ശരിയാണ്, അങ്ങനെ അവസ്ഥ രാഷ്ട്രീയത്തിൽ വരും ഫാസിസ്റ്റുകൾ ഉള്ളപ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയൊന്നുമല്ലല്ലോ ഇത്. ആ നിലയ്ക്ക് പണമുണ്ടായിരുന്നപ്പോൾ, അതിൻ്റെ സഹായമുണ്ടായിരുന്നപ്പോൾ അയാൾ വലിയ ആൾ, ഇപ്പോഴാകട്ടെ വീണു. അതിന് കാരണക്കാർ ഇവരല്ല. ഞാൻ ചോദിക്കട്ടെ, അമ്മയുടെ ഇന്ന് ഇറങ്ങിയ കമ്മ്യൂണിക്കേ ഉണ്ടല്ലോ, ആ കമ്മ്യൂണിക്കയിൽ സഹോദരിക്ക് പറ്റിയ വിഷമം, അതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു. ഇത് 5 മാസമായി അഷ്റഫെ ഇത് സംഭവിച്ചിട്ട് അല്ലേ? ആലപ്പി അഷ്റഫെ 5 മാസമായി. 5 മാസമായിട്ട് ഇങ്ങനെ 4.5 മാസം അങ്ങനെ നോക്കുമ്പോൾ 5ാമത്തെ മാസമാണ്. ഇപ്പോഴാണ് ഒരു ക്ഷമാപണത്തിന് വേണ്ടി നാവ് വഴങ്ങുന്നത്. എവിടെയായിരുന്നു നാവ്? എവിടെയായിരുന്നു നട്ടല്? ഇപ്പോഴാണ് സംസാരിക്കാതിരുന്ന 2 സൂപ്പർ താരങ്ങൾ പൊടുന്നനെ ഒരു ഊമയായി പോയി എന്ന് വിചാരിച്ചു. ഊമയായിട്ടില്ല, അവർക്ക് ഇനിയും ഡബ് ചെയ്യാൻ പറ്റും, സംസാരിച്ചു എന്നവരെ. ആ അർത്ഥത്തിൽ നമുക്ക് അവരുടെ ഒന്നും സഹായം വേണ്ടല്ലോ. ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടണം. ഈ സംഘടന നിലനിൽക്കാൻ അർഹമല്ല എന്ന യാഥാർത്ഥ്യം. ഇപ്പം നോക്കട്ടെ, ഇപ്പം ഇവിടുന്ന് ഇപ്പം ഒരാൾ വീഴുമ്പോഴാണ് ചെടപടാന്ന് പുറത്താക്കുന്നത്. ഇപ്പോൾ തന്നെ അമ്മ പുറത്താക്കുന്നുണ്ടല്ലോ. അമ്മയ്ക്കൊരു ഭരണഘടന ഉണ്ടാവുമല്ലോ. അഷ്റഫിന് അറിയാൻ പറ്റും, എനിക്കറിയില്ല. അമ്മയുടെ ഭരണഘടന പറയുന്നുണ്ടോ ഒരാളെ കാര്യങ്ങൾ ചോദിച്ചറിയാതെ പുറത്താക്കണമെന്ന്? വിഡ്ഢിത്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒന്നിൻ്റെയും ഭരണഘടന, ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി വക്കീലാണ്, ഒരു സംഘടനയുടെയും ഭരണഘടന ഒരാളെ കേസിൽപ്പെട്ടാൽ പുറത്താക്കത്തില്ല, അതിനെ സസ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ സംവിധാനമുണ്ട്. അയാളുടെ കാര്യങ്ങൾ കേൾക്കണം. ഇതൊന്നുമില്ലാതെ ചെയ്യുന്നത് ഭയന്നിട്ടാണ്. ഇയാളിനി പുറത്തേക്കൊന്നും വരില്ല, ഇനി പേടിക്കണ്ട. ഈ നിലയ്ക്ക് ഭീരുക്കൾ നയിക്കുന്ന ഭീരുക്കളുടെ ഒരു സംഘടനയാണിത്. അത് ഒറ്റയടിക്ക് തെളിഞ്ഞു എന്നതാണ്. ഇനി ഒരാകെ പ്രതീക്ഷ ചെറുപ്പക്കാർ വരുന്നുണ്ടല്ലോ, അവരൊരു പക്ഷേ ഇത് ഉടച്ചു വാർത്ത് ഈ അമ്മയെന്ന സംഘടനയ്ക്ക് ഇത്രത്തോളം അപഹാസ്യമായ നിലയ്ക്ക് ഒരു താരം വിളിച്ചു പറഞ്ഞത് പുറത്തേക്കിറങ്ങി നടക്കാൻ വിഷമമുണ്ട്, ഈ കാലം കഴിയുമ്പോൾ കാണാമെന്ന് എന്ന് പറഞ്ഞാൽ പുറത്തേക്കിറങ്ങി നടക്കുമ്പം ഈ ആശാന്മാർ ഈ ബിരുദന്മാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന നിലയ്ക്കല്ലേ വന്നത്. അങ്ങനെ വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അൺതാങ്ക്ഫുള്ളായി നന്ദിയില്ലാതെ പെരുമാറുന്ന അവസ്ഥ കൂടി വരുമ്പോൾ ജയിലിൽ പോയയാളല്ല, പോകാതെ നിൽക്കുന്നയാളും മെച്ചമൊന്നുമല്ല എന്നാണല്ലോ അത് കാണിക്കുന്നത്. പറയാം കേസിന് പോയിരിക്കുന്നു, തിരിച്ചു വരട്ടെ, അത് വേറെ കാര്യം. ഏതായാലും ഇപ്പോഴെങ്കിലും കണ്ണു തെളിഞ്ഞു. എന്നാൽ പോലും ഈ നിലയ്ക്കാണ് കണ്ണു തെളിയുന്നെങ്കിൽ ഒരു നല്ല കാര്യമല്ല. ഒരാൾ വീണുപോയാൽ എല്ലാം അയാളുടെ മേൽ ചാർത്തി നമ്മുടെ മേലുള്ള ചെളി കളഞ്ഞു കളയാം എന്ന് വിചാരിക്കുന്നതും വിശിഷ്ടമായ ഒരവസ്ഥയൊന്നുമല്ല. മലയാള സിനിമയുടെ ദുര്യോഗം തന്നെയാണ് ഇതെല്ലാം. അത് മാറി വരുന്ന അവസ്ഥയിലേക്ക് സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ വീട്ടിൽ യോഗം ചേരുമ്പോൾ അവിടെ കലാപം ചെയ്യുമെന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, അതുമാതിരി തന്നെ WCC അവർക്കാണ് വാസ്തവത്തിൽ വലിയ പൂച്ചെണ്ട് കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളുടെ സംഘടനകൾ ഒരുപക്ഷെ സംഘം ചേർന്ന് ഇതിനിപ്പോൾ ഒരു എന്താ പറയുക സമ്മേളനവും പ്രകടനവും ഒക്കെ നടക്കാൻ പോകുന്ന അറിയുന്നു അരുൺ. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറി വരുന്നെങ്കിൽ, പെണ്ണുങ്ങളെ ഭയന്ന് ഇനിയെങ്കിലും ഈ അമ്മയിലെ ആണും പെണ്ണും കെട്ട ആൾക്കാർ നന്നാവുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇപ്പോൾ നടക്കുന്ന സംഭവഗതികൾ സത്യം ജയിക്കും എന്ന് വിചാരിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആശ്വാസദായകമായ സംഭവഗതികളാണ്. അതിന് വളരെ പ്രധാനമായ പങ്കുവഹിച്ചത്, സർക്കാരിനെ കൊണ്ട് അത് വഹിപ്പിച്ചത് WCC എന്ന് പറയുന്ന വിമൻസ് കളക്റ്റീവ് ഇൻ സിനിമ തന്നെയായിരുന്നു ആദ്യം, പിന്നെ മാധ്യമങ്ങളും. അതെ, പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇതുവരെ ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന ശുഭ സൂചകമായ സാഹചര്യം കൂടിയാണ്. എന്തായാലും നടൻ ദിലീപ് സബ് ജയിലിലായതിനു ശേഷമുള്ള മണിക്കൂറുകൾ തുടർന്നുള്ള നിമിഷങ്ങൾ കൂടിയാണ് ഇത്. റിമാൻഡിലാണ്, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നടൻ ദിലീപിനെ താരസംഘടനയിൽ നിന്ന്, അമ്മയുടെ താരസംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്ത കൂടിയാണ് ഒടുവിലായി ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായി. ആദ്യം വാർത്താക്കുറിപ്പ് വഴി അറിയിക്കുകയും തുടർന്ന് ഇതിന്റെ സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ആസിഫ് അലി, രമ്യ നമ്പീശൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും ക്രിമിനൽ സ്വഭാവമുള്ളവർ കൂടെയുണ്ടായിരുന്നത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന തരത്തിലുള്ള മറുപടി കൂടിയാണ് അവരിൽ നിന്ന് ലഭിച്ചത്. യഥാസമയത്ത് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് എന്ന പ്രതികരണം കൂടി ഉണ്ടായി. എന്തായാലും നിലവിലുള്ള ദിലീപ് ഭാരവാഹിത്വം ഏറ്റെടുത്തിരുന്ന സിനിമാ അസോസിയേഷൻ, തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ, ഫെഫ്ക അടക്കമുള്ള എല്ലാ സംഘടനകളിൽ നിന്നും അയാളെ പുറത്താക്കി എന്ന വാർത്ത കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാക്കനാട് സബ് ജയിലിലാണ് നിലവിൽ നടൻ ദിലീപ് ഉള്ളത് എന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു അമ്മയുടെ ഭാരവാഹികൾ. തുടർന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഭാവി പരിപാടികൾ എന്താണ് എന്ന് സംബന്ധിച്ച് തീരുമാനിക്കാൻ തുടർ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട് എന്നാണ് പറയുകയും ചെയ്തത്. ശ്രീ ആലപ്പി അഷ്റഫ്, ഈ മലയാള സിനിമയ്ക്ക് ഒരു അധോലോക സ്വഭാവമുണ്ട്, മാഫിയ സ്വഭാവമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആളുകളാണ്. ഇത് കണ്ടിട്ടും കാണാതെ പോവുകയാണ് എന്നൊക്കെ ചില മുൻ നടന്മാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ വാക്ക് ഒറ്റപ്പെട്ട തരത്തിൽ ഇങ്ങനെ പ്രതിധ്വനികൾ മുഴക്കിയതല്ലാതെ അന്ന് ആരും അതിനെ വളരെ ഗൗരവമായി കാര്യമായി എടുത്തില്ല. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഇത് പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ അന്ന് പറഞ്ഞിരുന്നവരുടെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നുണ്ട് ഇന്ന്. ഈ അറസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ദിലീപിന്റെ പുറത്താക്കൽ കൊണ്ട് ആ മാഫിയ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും എന്ന് കരുതാമോ? ഞാൻ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട വാസുരേന്ദ്ര അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭീരുക്കളുടെ സംഘടനയാണ് അമ്മ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ അർത്ഥത്തിൽ അത് തോന്നാമെങ്കിലും അതിനകത്ത് അഭിപ്രായം ഉള്ളത്, ശക്തമായ അഭിപ്രായം പറയാൻ കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം, അതിശക്തമായ അഭിപ്രായം പറയാനുള്ള ആൾക്കാരുണ്ട്.
ഒരു ഉദാഹരണം പറയാം. അതിനകത്ത് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റോയി പി തോമസ് എന്ന് പറയുന്ന ഒരു സംവിധായകനും അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റുമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന ഡയറക്ടേഴ്സിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലൊരു കാർട്ടൂൺ ഇട്ടു. ആ കാർട്ടൂണിൽ പറഞ്ഞിരുന്നത് ഈ ബലമില്ലാത്ത നട്ടെല്ലുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടും. അതിൻ്റെ താഴെ NB എന്ന് കൊടുത്തിട്ട് അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നട്ടെല്ലുകൾക്ക് 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ സംഭവം വന്നപ്പോൾ അദ്ദേഹം കൊടുത്താണ്. എത്ര അർത്ഥവത്താണത്, എത്ര കറക്റ്റാണ്. നട്ടെല്ലോടെ നിവർന്നു എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇവർ വെളിയിൽ വന്ന് വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നു. അവർ ഭീരുക്കളല്ല, അവർക്ക് എന്തിനാ ഭയപ്പെടുന്നത്? അവരെന്തെല്ലോ കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. സാധാരണ ബ്ലോഗ് എഴുതുന്നുണ്ട്, ഭക്ഷണ കാര്യത്തിന് വരെ ഇടപെടുന്നുണ്ട്, നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും അഭിപ്രായമുണ്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടി പിച്ച് ചീന്തിയപ്പോ ഒരു അക്ഷരം വിട്ടില്ല ഇവരാരും. അതെ, അത് തന്നെയാണ് ഈ ഗൗരവമായി എല്ലാവരും ഉന്നയിക്കുന്നതാണ്. അതിർത്തിയിൽ പട്ടാളക്കാർക്ക് തണുക്കുമ്പോൾ, അവർക്ക് വിശക്കുമ്പോൾ ബ്ലോഗ് എഴുതുന്ന നടീനടന്മാരുണ്ട്, അവർക്ക് വേണ്ടി ബ്ലോഗ് എഴുതുന്ന നടന്മാർ വരെയുണ്ട്. പക്ഷേ തൊട്ടയലത്ത് സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ട്, ഇങ്ങനെ മൃഗീയമായി ആക്രമിക്കപ്പെട്ടിട്ട് ഒരു വരി കുറിക്കാനുള്ള മനസാക്ഷി ഈ ബ്ലോഗ് എഴുത്തുകാരൊന്നും കാണിച്ചില്ല. ഒരുപാട് അഭിപ്രായം പറയാൻ കഴിവുള്ളവരുണ്ട് അതിനകത്ത്, പറയുന്ന ധൈര്യമുള്ളവരുണ്ട്. എന്ത് പറ്റിയെന്നുള്ളത് ആലോചിക്കുന്നത് അതിനകത്ത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ജോയി തോമസ് പറഞ്ഞതുപോലെ തിലകന്റെ ഗതി ഞങ്ങൾക്ക് വരും, തിലകന്റെ ഗതി വരും എന്ന് പേടിച്ചിട്ടാവാം. അത് വീരത്വം തന്നെയാണ്. ശരിയാ. ഈ പറഞ്ഞ ജോയി മാത്യു പോലും ഏറ്റവും ഒടുവിലായി ലോകത്തിൽ ഭൂമിക്ക് കീഴെ എന്തു വിഷയത്തെക്കുറിച്ചും ആധികാരികവുമായും ഔദ്യോഗികമായും ഒക്കെ പ്രതികരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പോലും പ്രതികരിച്ചില്ല. നാവടക്കി പഞ്ചപുച്ഛമടക്കി ആ മീറ്റിംഗിൽ പോയിരുന്നു. എന്നിട്ട് അവസാനം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിലായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂടണമെന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടുന്ന നട്ടല്ലോ, അല്ലെങ്കിൽ വാഴപ്പിണ്ടി അടുക്കി വെച്ച നട്ടല്ലോ എന്നൊക്കെ പറയത്തക്ക തരത്തിലുള്ള കാർട്ടൂൺ വരച്ച പോലെയുള്ള സവിശേഷമായ സാഹചര്യം. ഞാൻ ചോദിച്ചത്, ഈ ഒറ്റ അറസ്റ്റോടുകൂടി ഈ അധോലോക മാഫിയ സ്വഭാവത്തിന് വിരാമമാകുമോ എന്നാണ്. ഒരിക്കലും ഇല്ല, മാറത്തില്ല. ഈ സിനിമ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് മാഫിയ സംഘങ്ങൾ. ബോംബെ അതുപോലെ ഉണ്ടായിരുന്നല്ലോ ഹിന്ദി സിനിമ ഫീൽഡിൽ. തമിഴിൽ ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് ഇനിയും അമ്മയിൽ ഇനിയും ഉണ്ട് ക്രിമിനൽ സ്വഭാവമുള്ളവരെ. ഞങ്ങൾ തുറന്ന് കാണിച്ചോളാം. ഇനി സമയം വരുമ്പോൾ എല്ലാം തുറന്ന് കാണിക്കും, തീർച്ചയായിട്ടും കാണിക്കും. ഇതുപോലെ മാറി നിൽക്കത്തില്ല. അന്നും ഈ ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ അന്നും ഇന്നും ഞാൻ പറയില്ല, 15 വർഷം മുമ്പ് വരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ ഊഹാപോഹമോ ഏതെങ്കിലും ചായവോ ഒന്നും വെച്ചിട്ടല്ല പറയുന്നത്. തെറ്റായിട്ട് തന്നെ തുറന്നു പറയും. അതുകൊണ്ടാണ് നമ്മളെയൊന്നും അടുപ്പിച്ചിട്ടില്ലല്ലോ. അത് കാരണം അമ്മയിലോ മറ്റു സംഘടനകളിലൊന്നും തുറന്നു പറയുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു ഗൂഢാലോചനയുടെ ഇതിന്റെ ഒരു ഒതുക്ക് നേരിടേണ്ടി വന്ന നടൻ കൂടിയായിരുന്നല്ലോ താങ്കൾ. ഈ പറഞ്ഞതുപോലെ അനേകം സഹപ്രവർത്തകരിൽ, മിമിക്രിക്കാരിൽ ഒരാളിൽ കൂടെയാണ് താങ്കൾ. കാരണം ഈ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ കൂടി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് താങ്കൾ. എന്നിട്ടും അതൊക്കെ ചരിത്രത്തിന്റെ ചില സംഗതികളാണ്. 1970 ഞാൻ മിമിക്രി ആയിട്ട് വരുന്നത്. 1970 ഈ കലാഭവൻ എന്ന് പറയുന്ന ഈ മിമിക്രി തുടങ്ങുന്നത് 82 12 വർഷം സീനിയറാണ്. കേരളത്തിൽ ആരും ഇല്ലായിരുന്ന കാലത്താണ് ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നത്. ലോകത്തെല്ലായിടത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഞാനാണ് ആദ്യമായിട്ട് പോയി മിമിക്രി അവതരിപ്പിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദിനേശ് പണിക്കരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ച മറ്റൊന്നുമല്ല. വെച്ച് 3 പടമെടുത്തിട്ടുള്ള ആളാണ്. ഒരു മാടപ്രാവിന്റെ കഥ, വനിതാ പോലീസ്, മുഖ്യമന്ത്രി, ഈ 3 ചിത്രങ്ങളിൽ എൻ്റെ നായകൻ പ്രേമനസീറാണ്. അദ്ദേഹത്തിന്റെ മഹത്വം ഞാൻ ഓർത്തുപോയി. ഒരു അടികൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പരാധീനപ്പെടുന്ന പ്രൊഡ്യൂസർമാരെ അദ്ദേഹം സഹായിക്കുന്നതും അതെല്ലാം കണ്ടു വന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവൻ അതിന് പകരം വിലങ്ങും വെച്ച് മുഖത്തിട്ട് അടിയും കൊടുത്ത് കൊണ്ടുപോയി ജയിലിലടക്കുകയല്ല ചെയ്തത്. അദ്ദേഹം എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഹൃദയവേദനയാണ് ശരിക്കും ഉണ്ടാകുന്നത്. തീർച്ചയായും താങ്കൾ ആ വിതുമ്പുന്ന കാഴ്ച കൂടെ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ കാവ്യനീതി കൂടിയായി ആ നടൻ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നു എന്നതാകാം ഈ ഘട്ടത്തിന്റെ ഈ ഒരു മണിക്കൂറുകളുടെ പ്രസക്തി എന്നുള്ളതാണ്. ശ്രീ ദേവദാസ്, അന്ധേരിയിലും ജുഹു ബീച്ചിലും അധോലോകം അടക്കി വാണിരുന്ന ഈ ബോളിവുഡിന്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, സസ്പെൻസ് ക്രൈം ത്രില്ലർ പോലെ. ഇതൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ബോളിവുഡിൽ നിന്ന് ഈ മോളിവുഡിലേക്ക് വരുമ്പോൾ
അരുൺ, അത് ഈ 1960 ഈ ഹോളിവുഡിലേനു സിസിലിയൻ മാഫിയ, ഇറ്റാലിയൻ മാഫിയനോ ആദ്യം സിനിമയിൽ പിടിമുറുക്കി കാണിച്ചു തന്നത്. അവരാണ് ഓസ്കാർ, നിങ്ങൾക്ക് ആർക്ക് അവാർഡ് കൊടുക്കണ്ടേ, ആരാ നായകൻ നായിക എല്ലാം ആക്കിയത്, അവരാണ് ഫിനാൻസ് ചെയ്യുക. അതാണ് ബോളിവുഡ് കോപ്പി ചെയ്ത്. അത് മിൽ തൊഴിലാളികളെ ഇത് വന്നപ്പം ഡി കമ്പനി ഇപ്പല്ലേ ക്രിക്കറ്റിൽ ഒരു ശ്രദ്ധിച്ചേ, പണ്ട് അവർ സിനിമയില്ലേനു. അതാണ് അവിടെ മാർക്കറ്റിൽ ചേനയെല്ലാം എടുക്കുന്ന മാർക്കറ്റിലുള്ള ആളാണ് ബിനാമിയായിട്ട്, ബൊക്കാഡിയ എന്നെല്ലാം പറയും, നിർമ്മാതാവായിട്ട് 60 കോടി 70 കോടിയെല്ലാം എറിയും. ബിനാമിയായിട്ട് സിനിമ നിർമ്മിച്ചു, നായികമാരിലാക്കും. ആ നായികമാർ ഇനി എന്തെങ്കിലും ചെയ്താൽ, ദിവ്യ ഭാരതി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട്, പണ്ടൊരു സുന്ദരി, 7ാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് ഓർമ്മയുണ്ട്. ആ നായിക എന്താ പറയുക, ഇവരുടെ അടുത്ത് പല മാഫിയ ബന്ധമുണ്ട്, അത് ഓവർ ഹിയർ ചെയ്തുകൊണ്ട് അവളെ കൊന്നു. അപ്പോൾ ഈ കൊലപാതകവും ഇത് അതാണ് കൊച്ചി ഏകദേശം ഇപ്പോൾ ഒരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാംഗ്ലൂരിൽ അങ്ങനെ ഒരു സിനിമ ഇതില്ല, അത് കൊച്ചിയാണെന്ന് കണ്ടപ്പോൾ കൊച്ചി ഒരു മാഫിയ ഇതായി. അതാണ് ഡ്രഗ്സ് വന്നത്. അതാണ് കുറേ നടന്മാരെല്ലാം ഡ്രഗ്സിൽ പല ഇതിലും നമ്മളുടെ ഈ തൃശ്ശൂരെല്ലാം പിടിച്ച പൈസക്കാരനെല്ലാം, ആ ചന്ദ്രബോസിനെ കൊന്നവനെല്ലാം ഈ ഡ്രഗ്സിലെല്ലാം എടുത്ത് അവിടെ സിനിമാ നടന്മാർ ഫ്ലാറ്റിൽ പോയി സിനിമ, ഞങ്ങൾ തന്നെ ഒരു നായകനെ പിടിച്ച ഓർമ്മയില്ലേ, അത് കുറേ നടികളുണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, ഫയാസിൻ്റെ ഒപ്പം സ്വർണത്തിൻ്റെ കടത്തിൽ നടിമാരുണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പോൾ ഇവരെല്ലാം ഈ റിയൽ എസ്റ്റേറ്റ് എല്ലാം നോക്കിക്കോ. നിങ്ങൾ സിനിമ നിർമ്മാണം ഇപ്പം പ്യുവർ ആക്ടേഴ്സ് അല്ല, തിലകനെ പോലെയൊന്നും ഇവർ അല്ലെ പ്രേം നസീറിനെ പോലെയൊന്നും. ഇവർക്കുള്ള ബൈഫർസിഫിക്കേഷൻ നോക്കൂ. റിയൽ എസ്റ്റേറ്റ് അല്ലേ, ഇങ്ങനത്തെ ബിസിനസ് പെട്ട് മറ്റേ ബിസിനസ് എല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത് സാധാരണ നല്ല ആൾക്കാരല്ല, അതാണ് മാഫിയ വേണം. ആ മാഫിയാണ് പൾസർ സുരിയെല്ലാം മുതലാക്കി ഈ ഗുണ്ട ബൗൺസേഴ്സ് വേണം. ആ മാഫിയ ഇവരൊപ്പം, ഈ ദിലീപിൻ്റെ ഒപ്പം, ഈ നാദിർ എല്ലാവരൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അതുകൊണ്ടല്ലേ ഇയാൾ മാഫിയ ആണെന്നും ഇയാൾ മുൻനിര ഒരു നിർമ്മാതാവിൻ്റെ ഭാര്യയെ മേഘയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴും ഈ പരാതി കൊടുക്കാണ്ട് പിൻവലിക്കാനും മുകേഷിൻ്റെ ഡ്രൈവറായ ആളെങ്ങനെയാണ് നിലനിൽക്കുക, ഇത്രയും ടോപ്പ് ക്രിമിനൽ. അപ്പോൾ ഈ ക്രിമിനൽ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്യാൻ ഇത് വേണ്ടി പഴയ ബൗൺസേഴ്സിൻ്റെ, ബാർ ബൗൺസേഴ്സിൻ്റെ എല്ലാം ജോലി ചെയ്യാൻ ഇങ്ങനത്തെ, അല്ലെങ്കിൽ വിമൻസിനെ എല്ലാം എത്തിക്കാൻ ഉള്ള പിമ്പിൻ്റെ പണിയെടുക്കുന്ന ഈ ഡ്രൈവേഴ്സിനെ അവർക്ക് വേണ്ടേ. അവർക്ക് നിങ്ങളൊന്ന് നോക്കണം, ഈ നടി ഓൺ ഡ്യൂട്ടിയിലാണ് ഒരു ഇങ്ങനത്തെ ഒരു 3 മിനിറ്റ് ഫിലിമിൽ പെട്ടത്. അവളുടെ ഒരു ഫിലിം യൂണിറ്റിലേക്ക് കൊടുത്തയച്ച കാറിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അമ്മ ഉടനടി അതിൻ്റെ എതിരെയല്ലേ പോണ്ടേ. അന്ന് രാത്രി അമ്മ പറഞ്ഞത്, രാത്രി പോകുമ്പോൾ നിങ്ങൾ അമ്മേനെ കൊണ്ടുപോകണം അല്ലെ അച്ചാച്ചനെ കൊണ്ടുപോകണം എന്നല്ലേ പറഞ്ഞത്. ഇതേ അമ്മേൻ്റെ ആൾക്കാർ, ടോപ്പ് നടന്മാർ, ബ്ലോഗേഴ്സ് എന്നെല്ലാം ആൾക്കാർ ഓരോരു യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പം നമ്മളെ റെസ്പോൺസിബിലിറ്റി അല്ലേ അത്. ഒരു യൂണിറ്റ് വർക്കിലാണ് ഇത് പോയത്. അപ്പം അമ്മ ഉടനടി പുറത്താക്കേണ്ടിയല്ലേ ഇങ്ങനത്തെ ഈ മാഫിയകളെല്ലാം. അതിനു പകരം അവരൊന്നും നടത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ക്യാൻസറിന് പ്ലാസ്റ്റർ, ബാൻഡേഡ് പ്ലാസ്റ്റർ ഇട്ടിട്ട് തൽക്കാലം ഒട്ടിച്ച ഈ ജനരോക്ഷം ഭയന്നിട്ട്. അതാണ് ഇപ്പം പറഞ്ഞ പോലെ 4.5 മാസം കഴിഞ്ഞിട്ട് ആ നാവ് വളഞ്ഞ് മാപ്പ് എന്ന് പറയാം. ആർക്ക് വേണം മാപ്പ്? അതുകൊണ്ടാണ് ഒന്നുകൂടി അരുൺ ആലോചിക്കുക, ശ്രീനിവാസൻ, അതാണ് ഈ ഇന്നസെന്റിനെ കാട്ടും വെല്ലുവിളിച്ചത് ശ്രീനിവാസൻ. ജൈവ കൃഷി എന്നെല്ലാം പറയും, പക്ഷെ മനസ്സിൽ ജൈവമില്ല. ചോദിച്ചു, അയാൾ ശശിയായി, ഇപ്പൊ ശ്രീനിവാസനെ ശശിയായി. എന്താ അറിയാ, ശശി ചോദിച്ചു, ജനങ്ങൾ ആരാണ്? അമ്മക്കില്ലാത്ത വേദന നിങ്ങൾക്ക് എന്തിനാണ്? ജനങ്ങൾ ആരാണ് ഇത് ചോദിക്കാൻ എന്ന് ചോദിച്ചതാണ് മിഞ്ഞാന്ന് ഈ ശ്രീനിവാസൻ. ഇങ്ങനത്തെ പഴയത് പീഡിപ്പിച്ചിട്ടുണ്ടാവും, അതിന്റെ ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടായിരിക്കും ഇത് പറയുന്നത്. കള്ളും ഈ പെണ്ണും പിടിയല്ല ശ്രീനിവാസന്. ഇന്ന് ജനരോക്ഷം തിരിഞ്ഞു. രാത്രി സബ് ജയിലിന്റെ മുമ്പിലും മജിസ്ട്രേറ്റിന്റെ വീട്ടിന്റെ മുമ്പിലും ജയിലിന്റെ മുമ്പിലും കൂടിക്കഴിഞ്ഞ സാധാരണക്കാരൻ, ഞങ്ങളെയും എല്ലാ കേരളത്തിലെ ആളെയും വേദന പങ്കുവെച്ച ആളുകളാണ് കൊടയും തൂയുടെ. അതാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നല്ല പറഞ്ഞത്. ഈ ഇന്നസെന്റോ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഈ ദിലീപോ ഒന്നുമല്ല ഇത്. സിനിമ കല എന്ന് പറഞ്ഞാൽ കല തുറന്നുകൊണ്ട് നിൽക്കും. ദിലീപ് എല്ലാം പുഴുക്കുത്തിന് ധൈര്യം കാട്ടാം. ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ ആലപ്പി അഷറഫ് ഒന്ന് പറയണം, തിലകനെ നിങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയത്, ഒരു ജോലിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി. അപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങൾ ആരെങ്കിലും അയാൾക്ക് കൊടുത്തോ ജോലി? വിനയനല്ലേ? പിന്നെ ആ ഒരു പെണ്ണല്ലേ കൊടുത്തത്? മറ്റേ ഇതിൽ ആ മറ്റേ ഏറ്റവും നല്ല സിനിമയായിട്ട് വന്ന ദുൽഖർ സൽമാൻ്റെ ഇതിൽ അത് ആരാണ് കൊടുത്തത്? ഒരു പെൺകുട്ടിയാണ്, പെണ്ണുങ്ങളാണ് സംവിധായക കൊടുത്തത് ചാൻസ്. നിങ്ങളെല്ലാം എവിടെ പോയി? ആണുങ്ങളായിട്ട് ആരുമില്ല. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത് അന്ന് തിലകനെ. ആ തിലകൻ്റെ കൂടി ഈ കേസ് അന്വേഷണത്തിൽ വരണമെന്നും
പല അധോലോക ഇതിൽ ഈ പൈസ ഈ 60 കോടി അരുണെ ഇന്ന് നിങ്ങൾ കണക്ക് പറഞ്ഞു. ഗോകുല കമാര സംഭവം പോയ 30 കോടി, മുളക് പാടത്തിൻ്റെ 40 കോടി പോണം, 1000 കോടി പോണം. എന്താ 1000 കോടി പോയാലും അതൊരു നഷ്ടമല്ല ഞങ്ങൾക്ക് നഷ്ടം ഞങ്ങളുടെ ഇവിടുത്തെ പെൺകുട്ടികൾ, സിനിമയിൽ വരുന്ന പുതുമുഖ നായികമാരോ നടിമാരോ, അവരുടെ മാനത്തിൻ്റെ വില ഈ കോടികൾക്ക് പറ്റൂല, ഇവരുടെ കോടിയൊക്കെ പറ്റൂല. അതുകൊണ്ട് ഇത് തൊലയണം. ഇവിടെ ഷെറിയോ മനോജ് ഖാനെ പോലത്തെയും ഡോക്ടർ ബിജുവിനെ പോലത്തെ ആളുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ വരാം. 2 മണിക്ക് കൃത്യം 2 മണിക്ക് മുകേഷ് കൊല്ലത്ത് പോളയത്തോട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലേക്കൊക്കെ വരാം. ഇടവേളകൾ കൂടി അനിവാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ അടക്കം ഇറക്കിയിട്ടുണ്ട്. 2 സിനിമയിൽ പട്ടാളക്കാരനായി അഭിനയിച്ച ലാലിന് കേണൽ കിട്ടി, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ഒറ്റപ്പടം കൊണ്ട് ജയിൽ സ്വന്തമാക്കിയ ദിലീപിനെ സമ്മതിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ട്രോളുകളുടെ പെരുമഴക്കാലം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്.